Admissions for the year 2026 started. Book your seats now and avail a chance to get 100% scholarship. Learn only from Indian Institute of Commerce, Lakshya. വർഷം 1980. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോ നഗരത്തിലെ ആൽബക്രൂക്ക് പട്ടണത്തിലുള്ള ഒരു മക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റിലേക്ക് കഷ്ടിച്ച് 16 വയസ്സ് തികഞ്ഞ ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥി അവിടുത്തെ ലൈൻ കുക്ക് എന്ന ജോലിയിലെ തൻ്റെ ആദ്യ ഷിഫ്റ്റിൽ പണിക്ക് കയറുന്നു. ആ ഔട്ട്ലെറ്റിലെ ഏറ്റവും പുതിയ റിക്രൂട്ട് എന്ന നിലയ്ക്ക് ഷിഫ്റ്റ് തീരും മുമ്പ് അവന് മറ്റൊരു ഡ്യൂട്ടി കൂടി ചെയ്തു തീർക്കാനുണ്ട്. ഷോപ്പിനുള്ളിലെ ഓരോ മുക്കും മൂലയും തൂത്തു തുടച്ച് വൃത്തിയാക്കുക. ആ മക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റിലെ മാനേജറോ അവൻ്റെ സഹപ്രവർത്തകരോ നിത്യേന അവിടെ വന്നു പോകുന്ന നൂറുകണക്കിന് കസ്റ്റമേഴ്സോ ഒന്നും അന്ന് ആ പയ്യനെ കാര്യമായി ശ്രദ്ധിച്ചിരുന്നില്ല. കാരണം അന്ന് അവനിൽ കാര്യമായ പ്രത്യേകതകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വർഷങ്ങൾക്കിപ്പുറം അവൻ എന്തായിത്തീരുമെന്നതിൻ്റെയും യാതൊരുവിധ ലാഞ്ചനയും അവനിൽ അന്ന് പ്രകടമായിരുന്നുമില്ല. Alexa, who is the richest person in the world right now? 2017 ഇങ്ങനൊരു ചോദ്യം ആമസോണിൻ്റെ വോയിസ് ആക്ടിവേറ്റഡ് ഡിജിറ്റൽ അസിസ്റ്റൻറ്റിനോട് ലോകമെമ്പാടുമുള്ള പലരും ചോദിച്ചപ്പോൾ അത് മറുപടിയായി കൊടുത്തത് പുതിയൊരു പേരാണ്. ജെഫ്രി പ്രെസ്റ്റൺ ബെസോസ് അഥവാ ജെഫ് ബെസോസ്. 37 വർഷം മുമ്പ് ആൽബക്രൂക്കിലെ ആ മക്ഡൊണാൾഡ്സ് ഔട്ട്ലെറ്റ് കോണോട് കോൺ തുടച്ചു വൃത്തിയാക്കിയ അതേ 16-കാരൻ പയ്യൻ തൻ്റെ 53-ാം വയസ്സിൽ ലോകത്തിലെ ഏറ്റവും സമ്പന്നൻ എന്ന വിശേഷണത്തിന് അർഹനായി. ആ യാത്ര ഒരിക്കലും ഒരു കേക്ക് വാക്ക് ആയിരുന്നില്ല. നിരവധി റിസ്കുകൾ എടുക്കാൻ ധൈര്യം കാട്ടിയ, അതിനൊത്ത റിവാർഡുകൾ വാരിക്കൂട്ടിയ, ഏറെ സംഭവബഹുലമായ ഒരു യാത്രയായിരുന്നു അത്. അമേരിക്കയിലെ ന്യൂ മെക്സിക്കോയിൽ ജനിച്ചു വളർന്ന ജെഫ് ബെസോസ് എന്ന പയ്യൻ വളർന്നു വലുതായപ്പോൾ ആമസോൺ എന്ന പേരിൽ ഒരു ഓൺലൈൻ വ്യാപാര സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുത്തതിൻ്റെ കഥ. ഇൻ്റർനെറ്റ് എന്നാൽ എന്തെന്ന് പോലും പലർക്കും അറിയാതിരുന്നൊരു കാലത്ത് വേൾഡ് വൈഡ് വെബിനെ ഒരു ആഗോള സൂപ്പർ മാർക്കറ്റാക്കി മാറ്റാം എന്ന് തിരിച്ചറിഞ്ഞ് ജെഫ് ബെസോസ് നടത്തിയ വിപ്ലവകരമായ ബിസിനസ് കരുനീക്കങ്ങളുടെ കഥ അത് വല്ലാത്തൊരു കഥയാണ്. 1964 ജനുവരി 12 അമേരിക്കയിലെ ന്യൂ മെക്സിക്കോ നഗരത്തിലെ ആൽബക്രൂക്കിൽ ജാക്വലിൻ ജീസ് എന്ന 17-കാരിയുടെയും ടെഡ് ജോർഗൻസൺ എന്ന 19-കാരൻ്റെയും മകനായിട്ടാണ് ജെഫ്രി പ്രെസ്റ്റൺ ജോർഗൻസൺ ജനിക്കുന്നത്. കടുത്ത മദ്യപാനിയായിരുന്ന അച്ഛൻ ടെഡ് ജെഫിന് 18 മാസം പ്രായമുള്ളപ്പോൾ തന്നെ അവനെയും അമ്മയെയും ഉപേക്ഷിച്ചു പോയി. 1968 അമ്മ രണ്ടാമത് വിവാഹം കഴിച്ച ക്യൂബൻ എമിഗ്രൻ്റ് ആയിട്ടുള്ള മൈക്ക് എന്ന് വിളിക്കുന്ന മിഗ്വൽ ബെസോസിനെയാണ് ജെഫ് പിന്നീട് ആജീവനാന്തം തൻ്റെ അച്ഛനായി കണ്ടിട്ടുള്ളത്. ആ വിവാഹം നടക്കുമ്പോൾ 4 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കുഞ്ഞു ജെഫിനെ പിന്നീട് മൈക്ക് തൻ്റെ മകനായി ദത്തെടുക്കുകയും തൻ്റെ സർനെയിമായിട്ടുള്ള ബെസോസ് എന്നത് അവൻ്റെയും സർനെയിമാക്കി മാറ്റുകയും ചെയ്യുന്നു. യൂണിവേഴ്സിറ്റി ഓഫ് ന്യൂ മെക്സിക്കോയിൽ നിന്ന് ബിരുദ പഠനം പൂർത്തിയാക്കിയ ശേഷം മൈക്കിന് എക്സൺ കമ്പനിയിൽ പെട്രോളിയം എഞ്ചിനീയറായി ജോലി കിട്ടിയപ്പോൾ ആ കുടുംബം ഹ്യൂസ്റ്റണിലേക്ക് താമസം മാറ്റുന്നു. ജെഫ് ബെസോസ് എന്നും തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസുകളിലൊന്നായിട്ട് എടുത്തു പറയുന്നത് അമ്മയുടെ അച്ഛൻ ലോറൻസ് പ്രെസ്റ്റൺ ജീസിൻ്റെ പേരാണ്. അദ്ദേഹം ഒരു സ്പേസ് സയൻറ്റിസ്റ്റ് ആയിരുന്നു. റിട്ടയർമെൻറ്റിന് ശേഷം ടെക്സസിലെ കൊട്ടുല എന്നു പേരുള്ള ഒരു റൂറൽ ഏരിയയിൽ ഏതാണ്ട് 25,000 ഏക്കർ വരുന്ന ഒരു റാഞ്ച് വില കൊടുത്തു വാങ്ങി അദ്ദേഹം അവിടെ താമസമാക്കുന്നു. 4 വയസ്സ് തൊട്ട് ഏതാണ്ട് ഒരു 16 വയസ്സ് വരെയുള്ള പ്രായത്തിൽ എല്ലാ വേനലവധി കാലങ്ങളും ജെഫ് ചെലവിടുന്നത് മുത്തച്ഛൻ്റെ ഈ റാഞ്ചിൽ അദ്ദേഹത്തെ സഹായിച്ചുകൊണ്ടാണ്. ഈ റാഞ്ചിൽ നിന്ന് ഏറ്റവും അടുത്ത ടൗണിലേക്കുള്ള ദൂരം 100 മൈലായിരുന്നു. അതുകൊണ്ട് തന്നെ ജെഫിന് മുത്തച്ഛൻ നമുക്കൊക്കെ അസാധ്യമെന്ന് തോന്നുന്ന വിധത്തിലുള്ള സ്വയം പര്യാപ്തി നേടിയ ഒരാളായിരുന്നു. പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, കൺസ്ട്രക്ഷൻ തുടങ്ങിയ എല്ലാത്തരം ജോലികളും അദ്ദേഹത്തിന് വശമുണ്ടായിരുന്നു. അവിടെ ജെഫ് കൈവച്ചിട്ടില്ലാത്ത പണികളില്ല. അവൻ മുത്തച്ഛനോടൊപ്പം അവിടുത്തെ കാറ്റാടി യന്ത്രങ്ങൾ റിപ്പയർ ചെയ്തു, ഫാം എക്യുപ്മെൻറ്റുകൾ കേടുപാട് തീർത്തു, കളപ്പുരകൾ പണിതു, എന്നിട്ട് കന്നുകാലികൾക്ക് കുത്തിവെപ്പ് എടുക്കുക വരെ ചെയ്തിട്ടുണ്ട് അന്നവൻ. മുത്തച്ഛൻ്റെ കയ്യിൽ നിന്ന് പഠിച്ചെടുക്കേണ്ടി വന്ന ഈ സെൽഫ് റിലയൻറ്റ് നേച്ചർ പിന്നീട് അങ്ങോട്ട് ജെഫ് ബെസോസിൻ്റെ ജീവിതത്തെ വല്ലാതെ സഹായിച്ചിട്ടുണ്ട്. മുത്തച്ഛൻ്റെ റാഞ്ചിലെ ഗ്യാരേജിൽ അവനൊരു ഇലക്ട്രോണിക്സ് ലബോറട്ടറി തന്നെ സ്വന്തമായിട്ടുണ്ടായിരുന്നു. അന്ന് അമേരിക്കയിലെ അമേച്ചർ ഹോബിസ്റ്റുകൾക്ക് വേണ്ടി പല കമ്പനികളും സ്റ്റീരിയോ ആംപ്ലിഫയറുകൾ, ഹാം റേഡിയോകൾ, പ്രിമിറ്റീവ് കമ്പ്യൂട്ടറുകൾ എന്നിവ നിർമ്മിക്കാനുള്ള DIY കിറ്റുകൾ വിപണിയിൽ ഇറക്കിയിരുന്നു. ജെഫും മുത്തച്ഛനും ഇങ്ങനെയുള്ള കിറ്റുകൾ വാങ്ങി നിരന്തരം ഇലക്ട്രോണിക്സ് പരീക്ഷണങ്ങളിൽ മുഴുകുമായിരുന്നു. ലാബ് ടേബിളിൽ കയ്യിലൊരു സോൾഡറിങ് അയണും പിടിച്ച് ഏതെങ്കിലും ഒരു PCBയിൽ കമ്പണൻറ്റ് സോൾഡർ ചെയ്തുകൊണ്ടിരിക്കുന്ന ജെഫിനെയാണ് അക്കാലത്ത് മിക്കപ്പോഴും കാണാൻ കഴിഞ്ഞിരുന്നത്. മുത്തച്ഛൻ്റെ റാഞ്ചിലെ അവധിക്കാലങ്ങൾ ജെഫിന് ഏറെ ഇഷ്ടമായിരുന്നുവെങ്കിലും അതിനേക്കാൾ അവനെ ആവേശം കൊള്ളിച്ചിരുന്നത് അവധി കഴിഞ്ഞ് സ്കൂളിലേക്കുള്ള മടങ്ങിപ്പോക്കാണ്. അധ്യയനം എന്ന അനുഭവത്തെ ഇത്ര കണ്ട് ഇഷ്ടപ്പെട്ടിരുന്ന മറ്റൊരു കുട്ടിയും ആ സ്കൂളിൽ വേറെ ഉണ്ടായിരുന്നില്ല. ക്ലാസ്സിൽ ഒന്നാമതെത്തി അധ്യാപകരുടെ ഗുഡ് ബുക്സിൽ കയറാൻ വേണ്ടി അവൻ അതികഠിനമായി തന്നെ അധ്വാനിക്കുമായിരുന്നു. കൃത്യമായി ഹോംവർക്കുകൾ പൂർത്തിയാക്കും. പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും മിക്കവാറും ഫുൾ മാർക്ക് തന്നെ നേടും.
ലൈബ്രറിയിൽ അവൻ മണിക്കൂറുകളോളം അന്ന് ചെലവിടുമായിരുന്നു. J.R.R. ടോൾക്കിൻ്റെ ഹോബിറ്റ്, ലോർഡ് ഓഫ് ദ റിങ്സ് പരമ്പരകളായിരുന്നു അവൻ്റെ ഇഷ്ടപുസ്തകങ്ങൾ. ഒപ്പം ജൂൾസ് വേൺ, H.G. വെൽസ്, ഐസക് അസിമോവ് എന്നിവരുടെ സയൻസ് ഫിക്ഷൻ പുസ്തകങ്ങളും അവനെ ആവേശം കൊള്ളിച്ചു. സയൻസ് ഫിക്ഷനോടുള്ള അത്യധികമായിട്ടുള്ള കമ്പം അവനെ അന്നത്തെ ഒരു ട്രക്കി ആയി മാറ്റുന്നു. അതായത് 60കളിൽ ജനപ്രിയ സയൻസ് ഫിക്ഷൻ ടെലിവിഷൻ ഷോ ആയിരുന്ന സ്റ്റാർ ട്രെക്കിൻ്റെ ഒരു ആരാധകൻ. ആ സീരീസിലെ ഓരോ എപ്പിസോഡും പലകുറി ആവർത്തിച്ച് കണ്ട് ഒടുവിൽ ജെഫിന് അതിലെ ഓരോ ഡയലോഗുകളും മനഃപ്പാഠമായിരുന്നു. അന്ന് ജെഫ് ബെസോസിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കിയിരുന്ന ഒരു പ്രത്യേകത അദ്ദേഹത്തിൻ്റെ ഉറക്കെയുള്ള പൊട്ടിച്ചിരിയായിരുന്നു. സിനിമ കാണാൻ കൂട്ടുകാരോടൊപ്പം തിയേറ്ററിൽ പോയാൽ അദ്ദേഹത്തിൻ്റെ ചിരി പലപ്പോഴും മറ്റുള്ള കാണികൾക്കും കൂടെ പോകുന്ന സ്നേഹിതർക്കുമെല്ലാം അലോസരമുണ്ടാക്കിയിരുന്നു. എന്നാൽ ഇതേ ചിരി പിന്നീട് അങ്ങോട്ട് ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് വ്യക്തിപരമായ ഒരു നേട്ടവും ഉണ്ടാക്കുന്നുണ്ട്. അതേപ്പറ്റി വഴിയെ പറയാം. 60കളുടെ അവസാനത്തോടെ തന്നെ ഇന്നത്തെ ഇൻ്റർനെറ്റിൻ്റെ പ്രാഗ്രൂപങ്ങൾ അമേരിക്കയിൽ പലയിടത്തും വന്നു തുടങ്ങിയിരുന്നു. എന്നാൽ അന്ന് അതൊക്കെ ഗവൺമെൻറ് ഏജൻസികൾക്കും സൈന്യത്തിനും സർവകലാശാലകളിലെ ഗവേഷകർക്കും മാത്രമേ ആക്സസിബിൾ ആയിരുന്നുള്ളൂ എന്ന് മാത്രം. ജെഫ് പഠിച്ചിരുന്ന എലിമെൻ്ററി സ്കൂളിലും ഉണ്ടായിരുന്നു ഒരു പ്രിമിറ്റീവ് കമ്പ്യൂട്ടർ ടെർമിനൽ. ഫോൺ വഴിക്ക് ഹ്യൂസ്റ്റണിൽ സജ്ജീകരിച്ചിട്ടുള്ള ഒരു മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറുമായിട്ട് കണക്റ്റഡ് ആയിരുന്ന ഒരു ബേസിക് കമ്പ്യൂട്ടർ സിസ്റ്റം. അക്കാലത്ത് ഇങ്ങനെയുള്ള ചില റിമോട്ട് ടെർമിനലുകൾ മാത്രമായിരുന്നു ഇൻ്റർനെറ്റിനെ ആക്സസ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി. ബെസോസിനെ സംബന്ധിച്ചിടത്തോളം അത് ഡിജിറ്റൽ ലോകത്തേക്കുള്ള ഒരു പുതുവഴിയായിരുന്നു. ഈ കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ജെഫ് സ്വയം അതിൽ പ്രോഗ്രാമിംഗ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് പഠിച്ചെടുക്കുന്നു. ഇതിനിടയ്ക്ക് ജെഫിൻ്റെ കുടുംബം മയാമിയിലേക്ക് താമസം മാറ്റുന്നു. അവൻ തൻ്റെ ഹൈസ്കൂൾ കാലം ചെലവിടുന്നത് അവിടുത്തെ മയാമി പാൽമെറ്റോ ഹൈസ്കൂൾ എന്ന സ്കൂളിലാണ്. 11ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ജെഫ് തൻ്റെ ആദ്യത്തെ സമ്മർ ജോബിന് സൈനപ്പ് ചെയ്യുന്നു. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മക്ഡൊണാൾഡ്സിലെ ലൈൻ കുക്ക് ജോബ്. അവിടെ മുട്ട പൊരിച്ചും ബർഗറുകൾ കുക്ക് ചെയ്തും ഡീപ് ഫ്രയറിൽ ഫ്രഞ്ച് ഫ്രൈസ് പൊരിച്ചുമൊക്കെ ആഴ്ചകൾ ചെലവിട്ടതോടെ അവൻ ഒരു കാര്യം ഉറപ്പിക്കുന്നു: താൻ ഇനി ഒരിക്കലും ഒരു റെസ്റ്റോറൻറ്റിൽ ജോലി ചെയ്യില്ല. അടുത്ത സമ്മറിൽ സ്വന്തമായിട്ടൊരു സ്ഥാപനം തുടങ്ങി ജെഫ് റെസ്റ്റോറൻറ്റ് ജോലി ഒഴിവാക്കുന്നു. ഡ്രീം ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നായിരുന്നു അവൻ്റെ സ്ഥാപനത്തിൻ്റെ പേര്. ഡയറക്റ്റഡ് റീസണിംഗ് മെത്തേഡ്സ് എന്നതിൻ്റെ ചുരുക്കപ്പേരായിരുന്നു ഡ്രീം. 4, 5, 6 ഗ്രേഡുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ നേരിടാൻ പുതിയ രീതികൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഡേ ക്യാമ്പ് ആയിരുന്നു ഈ സ്ഥാപനം ഓഫർ ചെയ്തിരുന്നത്. $600 ആയിരുന്നു ഫീസ്. ആദ്യ സമ്മറിൽ തന്നെ അവന് 6 സ്റ്റുഡൻസിനെ കിട്ടി. അതിൽ തന്നെ 2 പേർ അവൻ്റെ അനുജനും അനിയത്തിയുമായിരുന്നു എന്ന് മാത്രം. ആ കോഴ്സിൽ അവൻ കുട്ടികളെ ബ്ലാക്ക് ഹോൾ തിയറി മുതൽ ന്യൂക്ലിയർ വോർ വരെ നീളുന്ന പല വിഷയങ്ങളും അന്ന് പഠിപ്പിക്കുന്നു. വീട്ടിലെ ആപ്പിൾ കമ്പ്യൂട്ടറിൽ കുട്ടികൾക്ക് പ്രോഗ്രാമിങ്ങിൽ ഒരു ട്രെയിനിങ്ങും അവൻ കൊടുക്കുന്നു. 1982 ആകെ 680 കുട്ടികൾ പഠിച്ചിരുന്ന ക്ലാസ്സിലെ വലഡിക്ടേറിയൻ ആയിരുന്നു ജെഫ് ബെസോസ്. സ്പേസ് ദ ഫൈനൽ ഫ്രണ്ടിയർ എന്ന സ്റ്റാർ ട്രെക്കിൻ്റെ ഓപ്പണിംഗ് ലൈനോടെയാണ് തൻ്റെ വലഡിക്ടറി സ്പീച്ച് ജെഫ് തുടങ്ങുന്നത് പോലും. ഭാവിയിൽ ഏതെങ്കിലും ഉൽക്ക വന്ന് ഭൂമിയിൽ ഇടിക്കുകയാണെങ്കിൽ മനുഷ്യരെ മാറ്റിപ്പാർപ്പിക്കാൻ വേണ്ടി വമ്പൻ സ്പേസ് സ്റ്റേഷനുകൾ നിർമ്മിക്കുന്നതിനെക്കുറിച്ചൊക്കെ ആയിരുന്നു അന്ന് ജെഫിൻ്റെ ചിന്തകൾ. സ്കൂളിൽ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയ വളരെ മികച്ച അക്കാദമിക് റെക്കോർഡ് നിലനിർത്തിയ ജെഫിന് വളരെ എളുപ്പത്തിൽ തന്നെ അന്ന് ഉപരിപഠനത്തിന് വേണ്ടി പ്രിൻസ്റ്റൺ സർവകലാശാലയിൽ പ്രവേശനം കിട്ടുന്നു. 1982 പ്രിൻസ്റ്റണിൽ എത്തുമ്പോൾ ആൽബർട്ട് ഐൻസ്റ്റൈനെ പോലെയോ സ്റ്റീഫൻ ഹോക്കിങ്ങിനെ പോലെയോ ഒരു തിയററ്റിക്കൽ ഫിസിസിസ്റ്റ് ആകണമെന്നായിരുന്നു അവൻ്റെ ആഗ്രഹം. പ്രിൻസ്റ്റണിൽ അന്നുണ്ടായിരുന്ന ടോപ്പ് 20 ഫിസിക്സ് വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു ജെഫ് ബെസോസ്. എങ്കിലും അവന് ക്വാണ്ടം ഫിസിക്സിലെ അതിസങ്കീർണമായ തിയറികൾ പഠിച്ചെടുക്കുന്നതിൽ തൻ്റെ സഹപാഠികൾക്കൊപ്പം മുട്ടി നിൽക്കാനാവുന്നില്ല. 10-12 മണിക്കൂർ നേരം ഉറക്കമിളച്ചിരുന്ന് ജെഫ് പഠിച്ചെടുത്തിരുന്ന കോംപ്ലക്സ് പ്രോബ്ലങ്ങൾ പലതും തൻ്റെ ഗിഫ്റ്റഡ് ആയിട്ടുള്ള സഹപാഠികൾ മിനിറ്റുകൾക്കുള്ളിൽ സോൾവ് ചെയ്യുന്നത് കണ്ടപ്പോൾ ഫിസിക്സ് അല്ല തൻ്റെ മേഖല എന്ന് അവന് ബോധ്യപ്പെട്ടു. അതോടെ തൻ്റെ ജീവിതത്തെ മാറ്റിമറിച്ച ആ തീരുമാനം ജെഫ് ബെസോസ് ഒരല്പം പ്രയാസപ്പെട്ടിട്ടാണ് എങ്കിലും എടുക്കുന്നു. തൻ്റെ മേജർ അവൻ ഫിസിക്സിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസിലേക്ക് സ്വിച്ച് ചെയ്യുന്നു. ആ തീരുമാനം വളരെ ശരിയായിരുന്നു എന്ന് പ്രിൻസ്റ്റണിലെ ജെഫിൻ്റെ ശിഷ്ടദിനങ്ങൾ തെളിയിച്ചു. 1986 പ്രിൻസ്റ്റണിലെ തൻ്റെ കമ്പ്യൂട്ടർ സയൻസ് കോഴ്സ് മികച്ച ഗ്രേഡോടെ തന്നെ പൂർത്തിയാക്കുന്ന ജെഫ് ബെസോസിന് അന്ന് ഇൻറ്റൽ, AT&T അടക്കമുള്ള പല വമ്പൻ കമ്പനികളും ജോലി വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ വലിയൊരു കമ്പനിയിലെ ചെറിയൊരു ജോലിക്കാരനാവാൻ ജെഫിന് അന്നേ താല്പര്യമില്ലായിരുന്നു. സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങണം എന്നായിരുന്നു ഉള്ളിൽ ആഗ്രഹമെങ്കിലും അതിനു മുമ്പ് ചെറിയ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്ത് കുറച്ച് പ്രവൃത്തി പരിചയം ആവശ്യമാണ് എന്ന് അവന് തോന്നുന്നു. അങ്ങനെ ഒരു തോന്നൽ ഉള്ളിൽ ഉണ്ടായിരുന്നതുകൊണ്ട് മാത്രം അന്നൊരു ടെക് സ്റ്റാർട്ടപ്പ് സ്ഥാപനമായ ഫിറ്റൽ വെച്ച് നീട്ടിയ ഓഫർ അയാൾ സ്വീകരിക്കുന്നു. ഫിനാൻഷ്യൽ ടെലികമ്മ്യൂണിക്കേഷൻസ് എന്നതിൻ്റെ ചുരുക്കപ്പേരായിരുന്നു ഫിറ്റൽ. ജെഫിൻ്റെ പ്രിൻസ്റ്റണിലെ ക്ലാസ്മേറ്റായ എഡ്വാർഡോ ചിച്ചിൽനിസ്കിയുടെ അമ്മ ഗ്രാസിയേല ചിച്ചിൽനിസ്കി ഈ സ്ഥാപനത്തിൻ്റെ co-ഫൗണ്ടറും CEO-വുമായിരുന്നു. അത് ഇൻ്റർനെറ്റ് എന്ന ഇന്ന് നമ്മൾ സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്ന കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് നിലവിൽ വരുന്നതിന് മുമ്പുള്ള കാലമാണ്. സ്റ്റോക്ക് ട്രേഡിങ്ങിൽ ഏർപ്പെട്ടിരുന്ന സ്ഥാപനങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് ഇക്വിനെറ്റ് എന്ന പേരിലൊരു നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുകയായിരുന്നു ഫിറ്റൽ അന്ന്. ഫിറ്റലിന് വേണ്ടി അന്ന് ജെഫ് സ്റ്റോക്ക് ട്രേഡേഴ്സിനെ കമ്പ്യൂട്ടറുകൾ വഴി പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഡിജിറ്റൽ കോഡ് എഴുതുന്നു.
1987 വരെയും ആ സോഫ്റ്റ്വെയർ വളരെ ഫലപ്രദമായി തന്നെ വർക്ക് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ കമ്പനി ജെഫിനെ അസോസിയേറ്റ് ഡയറക്ടർ ഓഫ് ടെക്നോളജി ആൻഡ് ബിസിനസ് ഡെവലപ്മെൻറ്റ് എന്ന സുപ്രധാന പൊസിഷനിലേക്ക് പ്രൊമോട്ട് ചെയ്യുന്നു. അതോടെ ഫിറ്റലിൻ്റെ ന്യൂയോർക്ക്, ലണ്ടൻ, ടോക്കിയോ ഓഫീസുകളിലേക്ക് മാറി മാറി യാത്ര ചെയ്യേണ്ടി വരുന്നു ജെഫിന്. മറ്റുള്ളവർ തന്നെപ്പറ്റി എന്ത് ചിന്തിക്കുന്നുവെന്ന് ആലോചിച്ച് തല പുണ്ണാക്കാത്ത, ഒരു ഇൻ്റലക്ച്വൽ പ്രോബ്ലം അസൈൻ ചെയ്ത് കിട്ടിയാൽ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് ഒരു സൊല്യൂഷന് വേണ്ടി കഠിന പ്രയത്നം നടത്തുന്ന ഒരാളായിരുന്നു ജെഫ് ബെസോസ് എന്ന് ചിച്ചൽനിസ്കി പിന്നീട് ഓർത്തെടുക്കുന്നുണ്ട്. 1988 ഫിറ്റലിനെ ഒരു ജാപ്പനീസ് കമ്പനി ഏറ്റെടുക്കുന്നു. ജെഫ് അപ്പോഴേക്കും അതിൻ്റെ ചീഫ് ടെക്നോളജിക്കൽ ഓഫീസറായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ഈ ടേക്ക് ഓവറിന് ശേഷം ജെഫിന് കൂടുതൽ സമയം ടോക്കിയോയിൽ ചെലവഴിക്കേണ്ട സാഹചര്യമുണ്ടായി. എന്നാൽ അങ്ങനെ ഒരു ഷിഫ്റ്റിങ്ങിന് താല്പര്യമില്ലാതിരുന്ന അദ്ദേഹം അതോടെ കമ്പനിയിലെ തൻ്റെ പൊസിഷൻ രാജിവെക്കുന്നു. ഫിറ്റലിൽ നിന്ന് രാജിവെച്ചിറങ്ങുന്ന ജെഫ് അടുത്തതായിട്ട് ജോയിൻ ചെയ്യുന്നത് ന്യൂയോർക്ക് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ബാങ്കേഴ്സ് ട്രസ്റ്റ് എന്നു പേരുള്ള ഒരു ഫിനാൻഷ്യൽ കമ്പനിയിലാണ്. കമ്പനിയുടെ പെൻഷൻ ഫണ്ട് ക്ലയൻസിന് ഉപയോഗിക്കാൻ വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുകയായിരുന്നു അവിടുത്തെ ജെഫിൻ്റെ ഉത്തരവാദിത്വം. ആ സോഫ്റ്റ്വെയർ അന്നത്തെ കാലത്ത് റവല്യൂഷണറി എന്ന് കണക്കാക്കപ്പെടും വിധത്തിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒന്നായിരുന്നു. അവിടെയും വളരെ പെട്ടെന്ന് തന്നെ പ്രൊമോഷൻ കിട്ടി ഒരൊറ്റ വർഷം കൊണ്ട് ആ കമ്പനിയുടെ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ജെഫ് എത്തിച്ചേരുന്നു. ഇങ്ങനെ ബാങ്കേഴ്സ് ട്രസ്റ്റിൽ ടോപ്പ് പെർഫോമർ ആയിരിക്കുമ്പോഴും അവിടെ നല്ല പൊസിഷനിലേക്ക് എത്തിയപ്പോഴും അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ അസന്തുഷ്ടനായിരുന്നു. ആ കമ്പനി ഒരു ഓൾഡ് ഫാഷൻഡ് കമ്പനിയാണ് എന്നും അവിടെ തനിക്കൊരു ഭാവിയില്ല എന്നും അദ്ദേഹം കരുതി. ആ ജോലി ചെയ്തുകൊണ്ടിരിക്കെ കിട്ടുന്ന ഫ്രീ ടൈമൊക്കെയും ജെഫ് ചെലവിട്ടിരുന്നത് അന്ന് അമേരിക്കയിൽ പുറത്തിറങ്ങിയിരുന്ന സകല ബിസിനസ് മാഗസിനുകളും തപ്പിപ്പിടിച്ച് വായിക്കാൻ വേണ്ടിയാണ്. തൻ്റെ ഉള്ളിലെ അസംതൃപ്തിക്കുള്ള പരിഹാരം അദ്ദേഹം തേടിക്കൊണ്ടിരുന്നത് ഈ മാസികകളിലാണ്. നിലവിലെ പ്രശ്നത്തിനുള്ള ഒരേയൊരു പരിഹാരം സ്വന്തമായിട്ടൊരു കമ്പനി തുടങ്ങുകയല്ലാതെ മറ്റൊന്നുമല്ല എന്ന് ജെഫ് ബെസോസിന് അധികം വൈകാതെ തന്നെ ബോധ്യപ്പെടുന്നു. അതിനുള്ള ആദ്യപടി എന്നോണം നിലവിൽ പുതിയ ടെക് സ്ഥാപനങ്ങൾ തുടങ്ങി വിജയിച്ചവരെയും പുതുതായിട്ട് ടെക്നോളജികൾ വികസിപ്പിച്ചെടുത്ത പ്രതിഭകളെയും ഒക്കെ കുറിച്ച് ഗവേഷണം നടത്തുകയാണ് അന്ന് അദ്ദേഹം ചെയ്യുന്നത്. ആ കൂട്ടത്തിൽ ഒരാൾ ജെഫിനെ വല്ലാതെ സ്വാധീനിക്കുന്നു. പേര് അലൻ കെ. അസാമാന്യ സിദ്ധികളുള്ള ഒരു കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള അലൻ അന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവരെ സ്ക്രീനിൽ കാണുന്ന ഐക്കണുകളിൽ ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാമുകൾ ഉപയോഗിക്കാൻ പ്രാപ്തരാക്കുന്ന ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസ് അഥവാ GUI ഒക്കെ വികസിപ്പിച്ചെടുത്ത് ഒരു താരമായിട്ട് തിളങ്ങി നിൽക്കുന്ന കാലമാണ്. 1984 പുറത്തിറങ്ങിയ കമ്പ്യൂട്ടർ മാസിക ഇൻഫോ വേൾഡിൻ്റെ ഒരു ലക്കത്തിൽ ഈ അലൻ കെയുടെ ഒരു ലേഖനവും ഉണ്ടായിരുന്നു. അതിൽ അലൻ്റെ ഒരു പ്രസ്താവന ഹൈലൈറ്റ് ചെയ്തു വന്നത് ജെഫിൻ്റെ കണ്ണിലുടക്കുന്നു. ദ ബെസ്റ്റ് വേ ടു പ്രെഡിക്റ്റ് ദ ഫ്യൂച്ചർ ഈസ് ടു ഇൻവെൻറ്റ് ഇറ്റ് എന്നായിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റ്. അതിനെ ജെഫ് പിന്നീട് അങ്ങോട്ടുള്ള തൻ്റെ ജീവിതത്തിൻ്റെ മോട്ടോ ആക്കി മാറ്റി. അന്നൊക്കെ എവിടെ പോയാലും ജെഫ് കയ്യിലൊരു കുഞ്ഞു നോട്ട് ബുക്കും കൊണ്ട് നടക്കുമായിരുന്നു. മനസ്സിൽ എപ്പോൾ ഒരു നല്ല ഐഡിയ വന്നാലും അപ്പോൾ തന്നെ അത് നോട്ട് ബുക്കിലേക്ക് പകർത്തും. നേരത്തെ എഴുതി വെച്ച ഒരു ആശയത്തേക്കാൾ നല്ലത് മറ്റെന്തെങ്കിലും മനസ്സിൽ തോന്നുകയാണെങ്കിൽ ആദ്യം എഴുതി വെച്ചതിനെ വെട്ടിമാറ്റി പുതിയത് കുറിച്ചിടും. ജോലി സമയം പരമാവധി എഫിഷ്യൻ്റായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പല ദിവസങ്ങളിലും ജെഫ് ഓഫീസിൽ തന്നെയായി കിടപ്പ്. നേരം വൈകുന്ന ദിവസങ്ങളിൽ കിടന്നുറങ്ങാൻ വേണ്ടി ഒരു സ്ലീപ്പിംഗ് ബാഗും ഒരു ഫോം പാഡും വരെ അദ്ദേഹം അന്ന് ഓഫീസിൽ കരുതിയിരുന്നു. 5 അടി 10 ഇഞ്ച് ഉയരത്തിൽ ഒരു വർക്കഹോളിക് IT എക്സിക്യൂട്ടീവിൻ്റെ ആൾ രൂപം എന്നാണ് ദ എവറിത്തിങ് സ്റ്റോർ എന്ന ജീവചരിത്ര പുസ്തകത്തിൽ ബ്രാഡ് സ്റ്റോൺ അന്നത്തെ ജെഫിനെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെയും ഒരു പുതിയ കമ്പനി തുടങ്ങണം എന്ന ആഗ്രഹവുമായി നടന്നിരുന്ന ബെസോസിനെ അന്ന് ഒരു എംപ്ലോയ്മെൻറ്റ് റിക്രൂട്ടറാണ് പറഞ്ഞ് അന്നത്തെ അറിയപ്പെടുന്ന ഫിനാൻഷ്യൽ ഫേമായിട്ടുള്ള ഡെസ്കോയിൽ ഒരു ജോലിക്ക് ശ്രമിക്കാൻ പ്രേരിപ്പിക്കുന്നത്. DE ഷോ ആൻഡ് കമ്പനി എന്നതിൻ്റെ ചുരുക്കപ്പേരായിരുന്നു ഡെസ്കോ. കൊളംബിയ സർവകലാശാലയിലെ വിശ്രുതനായിട്ടുള്ള കമ്പ്യൂട്ടർ സയൻസ് പ്രൊഫസർ ഡേവിഡ് E ഷോ തുടങ്ങിയ ആ കമ്പനി വാൾസ്ട്രീറ്റിലെ വളരെ യുണീക്കായിട്ടുള്ള കമ്പനികളിൽ ഒന്നായിരുന്നു. സ്റ്റോക്ക് ട്രേഡിങ്ങിൽ കമ്പ്യൂട്ടറുകളുടെ ഫലസിദ്ധി പ്രയോഗതലത്തിൽ ആദ്യമായിട്ട് തെളിയിക്കുന്നത് ഡെസ്കോയാണ്. അമേരിക്കയിലെയും യൂറോപ്പിലെയും ഓഹരി വില നിലവാരങ്ങൾ തമ്മിൽ താരതമ്യം ചെയ്യാൻ വേണ്ടി അവർ വളരെ സങ്കീർണമായിട്ടൊരു മാത്തമാറ്റിക്കൽ ഫോർമുല അഥവാ ഒരു അൽഗോരിതം തന്നെ വികസിപ്പിച്ചെടുത്തിരുന്നു. സ്റ്റോക്ക് പ്രൈസുകൾ തമ്മിൽ ഫ്രാക്ഷണലായിട്ടുള്ള വ്യത്യാസം മാത്രമാണ് ഉള്ളത് എങ്കിൽ പോലും സെക്കൻഡുകളുടെ ഗ്യാപ്പിൽ സോഫ്റ്റ്വെയർ മാസീവായിട്ടുള്ളൊരു ട്രേഡ് തന്നെ അന്ന് നടത്തും. അതായത് കുറഞ്ഞ വിലയ്ക്ക് വാങ്ങി കൂടിയ വിലയ്ക്ക് ഓഹരികൾ വിൽക്കും. വ്യത്യാസം പലപ്പോഴും ഫ്രാക്ഷൻ ഓഫ് എ സെൻറ്റ് മാത്രമായിരിക്കുമെങ്കിലും ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ എണ്ണം മില്യൺസിലായിരിക്കും എന്നതുകൊണ്ട് അത് ഡെസ്കോയുടെ സ്വകാര്യ നിക്ഷേപകർക്ക് വലിയ ലാഭം ഉണ്ടാക്കി കൊടുത്തിരുന്നു. ഡെസ്കോ അക്കാലത്ത് ഏറ്റവും മിടുക്കരായിട്ടുള്ള മാത്തമാറ്റീഷ്യൻസിനെയും കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സിനെയും മാത്രമാണ് റിക്രൂട്ട് ചെയ്തിരുന്നത്. അങ്ങനെ അന്ന് ഡെസ്കോ റിക്രൂട്ട് ചെയ്തവരിൽ ഒരാളായിരുന്നു 1992 പ്രിൻസ്റ്റണിൽ നിന്ന് ഇംഗ്ലീഷിൽ മേജർ ചെയ്ത മക്കൻസി ടട്ടിൽ എന്ന ചെറുപ്പക്കാരി. ബെസ്റ്റ് സെല്ലിംഗ് നോവലിസ്റ്റ് ആയിട്ടുള്ള ടോണി മോറിസന്റെ റിസർച്ച് അസിസ്റ്റന്റ് ആയിരുന്നു ടട്ടിൽ. 93 അവരെ ബെസോസ് ഇൻ്റർവ്യൂ ചെയ്യുകയും ഡെസ്കോയിലേക്ക് റിക്രൂട്ട് ചെയ്യുകയും ഉണ്ടായി. റിക്രൂട്ട് ചെയ്ത് 6 മാസത്തിനുള്ളിൽ തന്നെ ജെഫ് ബെസോസ് ടട്ടിലിനെ വിവാഹം കഴിക്കുകയും ചെയ്തു. ബെസോസിൻ്റെ ദിഗന്ധങ്ങളെ കിടക്കുന്ന പൊട്ടിച്ചിരിയെക്കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. അത് പലപ്പോഴും അദ്ദേഹത്തിൻ്റെ സ്നേഹിതരിൽ പലർക്കും അലോസരം ഉണ്ടാക്കിയിരുന്നുവെങ്കിലും എല്ലാവരെയും ആ ചിരി ഒരുപോലെയല്ല സ്വാധീനിച്ചിരുന്നത്. 2012 മക്കൻസി ടട്ടിൽ ഒരു അഭിമുഖത്തിൽ ഓർത്തെടുക്കുന്നത്
എൻ്റെ ഓഫീസ് ജെഫിൻ്റെ ഓഫീസിനോട് ചേർന്നായിരുന്നു. പകൽ മുഴുവൻ ഞാൻ ജോലി എടുത്തിരുന്നത് അവൻ്റെ ചിരി കേട്ടുകൊണ്ടാണ്. ഇങ്ങനെ അപൂർവമായിട്ടുള്ളൊരു ചിരിയോട് ആരാണ് പ്രണയത്തിലാവാതിരിക്കുക എന്നാണ്. ജെഫിൻ്റെ ചിരിയിൽ മയങ്ങിയ ടട്ടിൽ അദ്ദേഹത്തെ ഒരു ലഞ്ചിന് ക്ഷണിക്കുന്നു. ആ ഫസ്റ്റ് ഡേറ്റിൽ തന്നെ അവർ തമ്മിൽ പ്രണയത്തിലാവുകയും ചെയ്തു. 1993 ജെഫ് ബെസോസിന് വയസ്സ് 30 കഴിഞ്ഞു. സുന്ദരിയായിട്ടുള്ളൊരു ഭാര്യ, വാൾസ്ട്രീറ്റിലെ എണ്ണം പറഞ്ഞ ഫിനാൻഷ്യൽ കമ്പനികളിലൊന്നിൽ നല്ല ശമ്പളമുള്ള, നാലാൾ ബഹുമാനിക്കുന്ന മികച്ച ഒരു ജോലി, ജീവിതം എന്തുകൊണ്ടും വെൽ സെറ്റിൽഡ് ആയി എന്ന് തോന്നുന്ന ആ അവസ്ഥയിലും ജെഫ് ബെസോസ് എന്ന ചെറുപ്പക്കാരൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു ഇൻകംപ്ലീറ്റ് ഫീലിംഗ് കിടന്ന് തുളുമ്പുന്നുണ്ടായിരുന്നു. അത് അവിടെ നിന്ന് അങ്ങോട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിത നിയോഗത്തിലേക്ക് ഇറങ്ങി തിരിച്ചാൽ മാത്രം മാറുന്ന ഒന്നായിരുന്നു എന്ന് മാത്രം. 1994 ജെഫ് ബെസോസ് വാൾസ്ട്രീറ്റിൽ ഡെസ്കോയുടെ വൈസ് പ്രസിഡൻ്റാണ്. 91 തന്നെ വേൾഡ് വൈഡ് വെബ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു. ആ പുതിയ സ്പേസിൽ ബിസിനസ്സുകൾ പലതും മുളച്ചു പൊന്തിക്കൊണ്ടിരുന്ന കാലം. കമ്പനി ഉടമ ഡേവിഡ് ഷോ ജെഫിനെ ഏൽപ്പിച്ച ഉത്തരവാദിത്വവും അതുതന്നെയായിരുന്നു. ഇൻ്റർനെറ്റ് സ്പേസിൽ അതുവരെ ഇല്ലാത്ത ഏറെ വിപ്ലവകരമായിട്ടുള്ള എന്തെങ്കിലും ഒരു ബിസിനസ് ആരംഭിക്കണം. അതെന്താവണമെന്നുള്ള അന്വേഷണത്തിൽ ജെഫ് മുഴുകി. തൻ്റെ പഠനങ്ങളിലൂടെ അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി. അന്നത്തെ അമേരിക്കയിലെ വെബ് യൂസേഴ്സ് എന്ന് പറയുന്നത് വർഷത്തിൽ ശരാശരി $69,000 സമ്പാദിക്കുന്ന ഏതാണ്ട് ഒരു 30-31 വയസ്സ് പ്രായമുള്ള മെയിൽ പ്രൊഫഷണൽസ് ആണ്. അന്നത്തെ കണക്കുകൾ പ്രകാരം ഇൻ്റർനെറ്റ് ഉപയോക്താക്കളിൽ 82% പുരുഷന്മാരായിരുന്നു. പരസ്യ കമ്പനികൾ പ്രൈം ഡെമോഗ്രാഫിക് എന്ന് വിളിച്ചിരുന്ന ആ ഗ്രൂപ്പ് ആയിരുന്നു അമേരിക്കയിലെ ഏറ്റവും പർച്ചേസ് പവറുള്ള കൂട്ടർ. ഇവർ ഏറ്റവും അധികമായിട്ട് അന്ന് ഓൺലൈൻ വാങ്ങിച്ചിരുന്ന സാധനങ്ങളുടെ ഒരു ലിസ്റ്റ് ആദ്യം തന്നെ ജെഫ് ഉണ്ടാക്കുന്നു. ആ ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് പുസ്തകങ്ങളായിരുന്നു. അന്ന് ഒരുപക്ഷെ നമുക്കൊന്നും അധികം അറിയാത്ത 2 കമ്പനികൾ, ഇൻഗ്രാം ബുക്ക് ഗ്രൂപ്പും ബേക്കർ ആൻഡ് ടൈലർ ഗ്രൂപ്പുമാണ് അന്ന് ഏറ്റവും അധികം പുസ്തകങ്ങൾ സ്റ്റോർ ചെയ്ത് വിറ്റഴിച്ചു കൊണ്ടിരുന്നത്. സാധാരണ പുസ്തകശാലകളിൽ ഏതാണ്ട് 25,000-ഓളം മാത്രം പുസ്തകങ്ങൾ സ്റ്റോക്കിലുണ്ടായിരുന്ന സമയത്ത് ഈ 2 ബുക്ക് സ്റ്റോളുകളിലും ഏതാണ്ട് 1.5 ലക്ഷത്തോളം പുസ്തകങ്ങൾ ഷെൽഫിലുണ്ടായിരുന്നു. ഇവരുടെ കയ്യിൽ നിലവിലില്ലാത്ത ഏതെങ്കിലും ഒരു ടൈറ്റിലിനാണ് ഓർഡർ വരുന്നതെങ്കിൽ ഇവർക്ക് 2 ഡിസ്ട്രിബ്യൂട്ടർമാരുണ്ട്. അവരിലേക്ക് ഈ ക്വറി ചെല്ലും. ഈ ഡിസ്ട്രിബ്യൂട്ടർമാരാണെങ്കിൽ ബുക്സ് ഇൻ പ്രിൻ്റ് എന്ന പേരിലൊരു ഇലക്ട്രോണിക് ഇൻവെൻട്രി സൂക്ഷിച്ചു പോന്നിരുന്നു. അതിൽ അന്നത്തെ പബ്ലിഷേഴ്സ് അച്ചടിച്ച് പുറത്തിറക്കിയിരുന്ന ഏതാണ്ട് 30 ലക്ഷത്തോളം പുസ്തകങ്ങൾ ലഭ്യമായിരുന്നു. ഈ ബുക്സ് ഇൻ പ്രിൻ്റ് ഇൻവെൻട്രി അതിൻ്റെ ഇലക്ട്രോണിക് ഫോർമാറ്റിൽ ഒരു ഗോൾഡ് മൈൻ ആണെന്ന് ബെസോസ് തിരിച്ചറിയുന്നു. പുസ്തകങ്ങൾ വേണ്ടവർക്കും ഈ ഇൻവെൻട്രിക്കുമിടയിൽ ഒരു മിഡിൽ മാനായിട്ട് നിൽക്കാൻ തനിക്ക് സാധിച്ചാൽ കോടിക്കണക്കിന് ഡോളറിൻ്റെ കച്ചവടം നടക്കുമെന്ന് അദ്ദേഹത്തിന് ബോധ്യപ്പെട്ടു. ഈ തിരിച്ചറിവിൻ്റെ ബലത്തിൽ ഒരു ഓൺലൈൻ ബുക്ക് സ്റ്റോർ തുടങ്ങിയാൽ ലാഭകരമാകുമെന്ന് ജെഫ് തൻ്റെ മുതലാളി ഡേവിഡ് ഷോയെ ധരിപ്പിക്കുന്നു. എന്നാൽ ഈ ആശയം ഷോയ്ക്ക് അത്രമേൽ പ്രോമിസിംഗ് ആയിട്ട് തോന്നുന്നില്ല. അതോടെ ജെഫ് ബെസോസ് ഡെസ്കോയിലെ തൻ്റെ ജോലി രാജിവെച്ച് ഇറങ്ങുന്നു. പിന്നീട് അദ്ദേഹം തന്നെ സ്വയം ചോദിക്കുന്ന 2 ചോദ്യങ്ങളുണ്ട്. വർഷങ്ങൾക്ക് ശേഷം ഒരു 19 വയസ്സൊക്കെ ആകുമ്പോൾ ഡെസ്കോയിലെ വെൽ പെയ്ഡ് ജോബ് പുല്ലുപോലെ വലിച്ചെറിഞ്ഞു പോകുന്നതിൽ ഖേദം തോന്നാൻ ഇടയുണ്ടോ? ഇല്ല. ഇൻ്റർനെറ്റ് ബൂം തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ പയനിയേഴ്സിൽ ഒരാളായി നിന്ന് ലാഭമുണ്ടാക്കാനാവാതെ പോയാൽ അതിൽ സങ്കടം തോന്നുമോ? ഉവ്. ആ 2 ഉത്തരങ്ങളിലായിരുന്നു ജെഫിൻ്റെ തീരുമാനം അടിയുറച്ചു നിന്നിരുന്നത്. 90-കൾ എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയല്ല. അന്ന് കമ്പ്യൂട്ടറുകൾ തന്നെ ഇന്ത്യ അടക്കമുള്ള പല 3-ാം ലോക രാജ്യങ്ങളിലും അത്ര കണ്ട് സർവ്വസാധാരണമായിട്ടില്ല. ബാങ്കിലെയും മറ്റ് വ്യാപാര സ്ഥാപനങ്ങളിലെയും ട്രാൻസാക്ഷനുകൾ അപ്പോഴും ഓൺലൈനായിട്ടല്ല, ക്യാഷിലും ചെക്കിലുമൊക്കെയാണ് നടക്കുന്നത്. ഇൻ്റർനെറ്റ് വളരെ വേഗത്തിൽ വളരുന്നുണ്ടായിരുന്നുവെങ്കിലും അന്നൊന്നും ജനം ഇന്ന് നമ്മൾ കാണുന്നത്ര സർവ്വസാധാരണമായി ഇ കൊമേഴ്സ് ഇടപാടുകൾ നടത്തുമെന്ന് അന്നാരും കരുതിയിരുന്നില്ല. അന്നത്തെ അമേരിക്കൻ ബുക്ക് ഇൻഡസ്ട്രി തന്നെ അത്ര കണ്ട് പ്രോമിസിംഗ് ആയിരുന്നില്ല. പരമാവധി ചെലവുകൾ കുറച്ചാൽ മാത്രമേ അന്ന് ഓഫ്ലൈൻ ബുക്ക് സ്റ്റോറുകൾക്ക് മാസാവസാനം ലാഭത്തിലെത്താൻ സാധിച്ചിരുന്നുള്ളൂ. പ്രോഫിറ്റ് മാർജിനുകൾ വളരെ കുറവായിരുന്നു. എന്നിരുന്നാലും ഏതാണ്ട് 52 കോടിയോളം പുസ്തകങ്ങൾ വിറ്റുപോകുന്ന $19 ബില്യൺ വന്നു മറിഞ്ഞിരുന്ന ഒരു വലിയ മാർക്കറ്റ് ആയിരുന്നു അന്ന് തന്നെ അത്. ജോലി രാജിവെച്ച് ജെഫ് നേരെ പോകുന്നത് ഭാര്യ മക്കൻസിയെ കാണാനാണ്. താൻ ഇങ്ങനെ ജോലി രാജിവെച്ച വിവരം അദ്ദേഹം അവരെ അറിയിക്കുന്നു. ഓൺലൈനായി ഒരു ബുക്ക് സ്റ്റോർ തുടങ്ങുകയാണ് തൻ്റെ ലക്ഷ്യമെന്നും അതിനായി ജോലിയും താമസവും ന്യൂയോർക്കിൽ നിന്ന് സിയാറ്റിലേക്ക് മാറ്റേണ്ടി വരുമെന്നും ജെഫ് ഭാര്യയോട് പറയുന്നു. അങ്ങനെ ഒരു തീരുമാനമെടുത്ത് അധികം വൈകാതെ തന്നെ ആ ദമ്പതികൾ അവരുടെ ഷെവർലെ ബ്ലേസർ കാറിൽ ന്യൂയോർക്കിൽ നിന്ന് സിയാറ്റിലേക്ക് വെച്ചുപിടിക്കുന്നു. ജെഫ് സിയാറ്റിൽ തിരഞ്ഞെടുത്തത് ഒട്ടും റാൻഡം ആയിട്ടായിരുന്നില്ല. അവിടെ അടുത്തുള്ള റെഡ് ബോണ്ടിലാണ് മൈക്രോസോഫ്റ്റ് കമ്പനിയുടെ ആസ്ഥാനം. അതുകൊണ്ട് തന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള നിരവധി യുവാക്കൾ അന്ന് ആ പരിസരങ്ങളിൽ കണ്ടെടുക്കപ്പെടാൻ പാകത്തിന് ഉണ്ടായിരുന്നു. അതുപോലെ യൂണിവേഴ്സിറ്റി ഓഫ് വാഷിങ്ടൻ്റെ സിയാറ്റിൽ ക്യാമ്പസിലാണ് അമേരിക്കയിലെ ഏറ്റവും മികച്ച കമ്പ്യൂട്ടർ സയൻസ് സ്കൂളും പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ വലിയ ബുക്ക് സ്റ്റോറുകളിൽ പലതിൻ്റെയും ഓഫീസുകളും സിയാറ്റിൽ നിന്ന് വണ്ടി ഓടിച്ച് ചെല്ലാൻ പറ്റുന്നത്ര ദൂരത്തിലായിരുന്നു. ഇതിനെല്ലാം പുറമെ സിയാറ്റിൽ നഗരം ജെഫിൻ്റെ പുതിയ ഓൺലൈൻ ബുക്ക് സ്റ്റോർ ബിസിനസ്സിൻ്റെ ആസ്ഥാനമാകാൻ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. അത് 1992 അമേരിക്കൻ സുപ്രീം കോടതി പാസ്സാക്കിയ ഒരു വിധിയായിരുന്നു. അമേരിക്കയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഫിസിക്കലി പ്രസൻറ്റ് അല്ലാത്ത ഒരു സ്ഥാപനത്തിന്
അവിടുത്തെ ജനങ്ങളിൽ നിന്ന് സെയിൽസ് ടാക്സ് പിരിക്കാനുള്ള ബാധ്യത ഇല്ല എന്നാണ് ആ വിധി പറഞ്ഞിരുന്നത്. ആദ്യം ജെഫ് ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിച്ചത് കാലിഫോർണിയയിലായിരുന്നു. അവിടെയാണെങ്കിൽ ഏതാണ്ട് 3 കോടിയോളം പേർ താമസിക്കുന്നുണ്ട്. അപ്പോൾ അത്രയും അധികം കസ്റ്റമേഴ്സിൽ നിന്ന് വിൽപ്പന നികുതി പിരിക്കേണ്ടി വന്നേനെ. സിയാറ്റിലുള്ളത് കഷ്ടിച്ച് 50 ലക്ഷം ജനങ്ങൾ മാത്രമാണ്. സെയിൽസ് ടാക്സ് ബേർഡൻ അപ്പോൾ അത്രയേ വരൂ. ബാക്കി സ്റ്റേറ്റുകളിലെ വിൽപ്പനയ്ക്ക് സെയിൽസ് ടാക്സിൻ്റെ ഭാരം ചുമക്കേണ്ടി വന്നിരുന്നില്ല എന്നത് ജെഫ് ബെസോസിന് അന്ന് അതാത് സ്റ്റേറ്റുകളിൽ പ്രസൻസ് ഉണ്ടായിരുന്ന, അവിടങ്ങളിൽ സെയിൽസ് ടാക്സ് കൊടുക്കാൻ നിർബന്ധിതരായിരുന്ന മറ്റ് ബുക്ക് സ്റ്റോറുകൾക്ക് മേൽ നൽകിയത് വല്ലാത്തൊരു അഡ്വാൻറ്റേജ് ആണ്. 1994 ജൂലൈ 5-ാം തീയതി ബെസോസ് തൻ്റെ കമ്പനിയെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നു. പേര് കഡാബ്ര ഇൻക്. മജീഷ്യന്മാർ സ്റ്റേജിൽ ഉപയോഗിക്കുന്ന അബ്ര കഡാബ്ര എന്ന പ്രയോഗത്തിൽ നിന്നാണ് അദ്ദേഹം കഡാബ്ര എന്ന വാക്ക് ഡിറൈവ് ചെയ്യുന്നത്. എന്നാൽ ഈ വാക്കിന് അദ്ദേഹത്തിൻ്റെ ലീഗൽ അഡ്വൈസർ എതിരായിരുന്നു. കഡാബ്ര എന്ന വാക്ക് കേട്ടാൽ പെട്ടെന്ന് മൃതദേഹം എന്നർത്ഥം വരുന്ന കഡാബർ എന്ന വാക്കാണെന്ന് ജനം തെറ്റിദ്ധരിക്കും എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ എതിർവാദം. സിയാറ്റിലിൽ ഒരു വീട് വാടകയ്ക്കെടുത്ത ശേഷം ജെഫും ഭാര്യ മക്കൻസിയും കൂടി പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കുറെ കൂടി നല്ലൊരു പേര് കമ്പനിക്ക് വേണ്ടി കണ്ടെത്താനുള്ള ബ്രെയിൻ സ്റ്റോമിങ്ങുകളിൽ മുഴുകുന്നു. ഈ കാലത്ത് അവർ പല പ്രോബബിൾ ഡൊമൈൻ നെയിമുകളും രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. awake.com, browse.com, bookmall.com എന്നിങ്ങനെ പല പേരുകളും അക്കൂട്ടത്തിൽ ഉൾപ്പെടും. അക്കൂട്ടത്തിൽ ജെഫിൻ്റെ പേഴ്സണൽ ഫേവറേറ്റ് ആയിരുന്ന ഒരു പേര് relentless.com എന്നത് ബിസിനസ്സിലെ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റിയുടെ കൂടി പ്രതിഫലനമായിരുന്നു. ഇന്നും നിങ്ങൾ relentless.com എന്ന് ബ്രൗസറിൻ്റെ അഡ്രസ് ബാറിൽ അടിച്ച് എൻ്റർ അമർത്തിയാൽ എത്തിച്ചേരുക amazon.com തന്നെയാണ്. 1994 ഒക്ടോബർ ആയപ്പോഴേക്കും ജെഫ് തൻ്റെ കമ്പനിക്ക് ഏറ്റവും ചേരുന്ന ആ പേരിലേക്ക് സീറോ ഡൗൺ ചെയ്തെത്തി. എ എന്ന ആൽഫബറ്റിൽ വേണം തൻ്റെ കമ്പനിയുടെ പേര് തുടങ്ങാനെന്ന് അദ്ദേഹത്തിന് നിർബന്ധമുണ്ടായിരുന്നു. ഏത് ആൽഫബറ്റിക്കൽ ലിസ്റ്റിങ്ങിലും അതുവഴി തൻ്റെ കമ്പനി 1-ാം പേജിൽ തന്നെ ഇടം പിടിക്കുമെന്ന് അദ്ദേഹം കരുതി. വെറുതെ തൻ്റെ പോക്കറ്റ് ഡിക്ഷണറി കയ്യിലെടുത്ത് പേജുകൾ ഇങ്ങനെ മറിച്ചു നോക്കിയപ്പോൾ ഏറെ യാദൃച്ഛികമായിട്ടാണ് ആമസോൺ എന്ന വാക്കിൽ ജെഫിൻ്റെ കണ്ണുടക്കുന്നത്. ഭൂമിയിലെ ഏറ്റവും വലിയ നദിയുടെ പേര്, ഏറ്റവും വിസ്തൃതിയുള്ള മഴക്കാടിൻ്റെ പേര്, അതുതന്നെ ആവട്ടെ ലോകത്തെ ഏറ്റവും വലിയ ഓൺലൈൻ ബുക്ക് സ്റ്റോറിൻ്റെയും പേര് എന്ന് അദ്ദേഹത്തിന് അപ്പോൾ തന്നെ തോന്നി. അങ്ങനെ 1994 നവംബർ 1-ാം തീയതി ജെഫ് ബെസോസ് തൻ്റെ കമ്പനിയുടെ പേര് രജിസ്റ്റർ ചെയ്തു, www.amazon.com. പുതിയ സ്ഥാപനം ആരംഭിച്ചപ്പോൾ ജെഫ് ബെസോസ് റിക്രൂട്ട് ചെയ്ത ആദ്യത്തെ ജീവനക്കാരൻ്റെ പേര് ഷെൽ കാഫൻ എന്നായിരുന്നു. കാലിഫോർണിയ സ്വദേശിയായിട്ടുള്ള ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമർ. ഡെസ്കോയിലെ ഒരു പ്രോഗ്രാമറാണ് കാഫൻ്റെ പേര് നിർദ്ദേശിക്കുന്നത്. ജെഫിൻ്റെ വാടക വീടിൻ്റെ സെല്ലാറിൽ പഴയ രീതിയിൽ നെരിപ്പോടൊക്കെ കൂട്ടി തീയിട്ട് ഹീറ്റിംഗ് ചെയ്ത ഒരു ഗരാജിലായിരുന്നു ആമസോണിൻ്റെ ആദ്യത്തെ ഓഫീസ്. പുതിയ കമ്പനി തുടങ്ങാൻ വേണ്ടി ജെഫ് തൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് $3 ലക്ഷം ഇടുന്നു. $64,000 ആയിരുന്നു കാഫൻ്റെ വാർഷിക ശമ്പളം. ജെഫ് ഓഫർ ചെയ്യുന്ന ഈ പാക്കേജ് മുൻ സ്ഥാപനത്തിൽ അയാൾക്ക് കിട്ടിയിരുന്ന ശമ്പളത്തിൻ്റെ പാതിയേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും ജെഫിനോടൊപ്പം സ്വപ്നം കാണാൻ കാഫൻ തയ്യാറാവുന്നു. ജെഫിൻ്റെ അച്ഛൻ മൈക്കിന് അന്ന് ഇൻ്റർനെറ്റ് എന്താണെന്ന് പോലും നിശ്ചയമുണ്ടായിരുന്നില്ല. എങ്കിലും മകൻ്റെ കഴിവിൽ അദ്ദേഹം അടിയുറച്ച് വിശ്വസിച്ചിരുന്നു. തൻ്റെ ആജീവനാന്ത സമ്പാദ്യത്തിൽ നിന്ന് $1 ലക്ഷം അദ്ദേഹവും ആമസോണിൽ നിക്ഷേപിക്കുന്നു. തൻ്റെ ഈ പുതിയ പ്രസ്ഥാനം പൊട്ടിപ്പാളീസാകാനുള്ള സാധ്യത 70%-ലധികമാണ് എന്ന മകൻ്റെ മുന്നറിയിപ്പിനെ അവഗണിച്ചുകൊണ്ടായിരുന്നു ആ റിസ്ക് എടുക്കൽ. ഭാര്യ മക്കൻസി തന്നെ ആയിരുന്നു ജെഫിൻ്റെ പുതിയ കമ്പനിയിൽ ആദ്യകാലങ്ങളിൽ അക്കൗണ്ട്സ് നോക്കിയിരുന്നത്. അധികം വൈകാതെ തന്നെ ജെഫ് പോൾ ഡേവിസ് എന്ന രണ്ടാമതൊരു പ്രോഗ്രാമറെ കൂടി ഹയർ ചെയ്യുന്നു. 1995 ആയപ്പോഴേക്കും ജെഫ് വീടിൻ്റെ ഗരാജിൽ നിന്ന് തൻ്റെ കമ്പനിയുടെ പ്രവർത്തനം ഡൗൺ ടൗൺ സിയാറ്റിലുള്ള ഒരു ടൈല് കടയുടെ മുകൾ നിലയിൽ വാടകയ്ക്കെടുത്ത ഒരു ഓഫീസിലേക്ക് മാറ്റി. 1995 ഫെബ്രുവരി അവസാനത്തോടെ amazon.com വെബ്സൈറ്റിൻ്റെ ബീറ്റ ലിങ്കുകൾ റെഡിയായി. ജെഫും കാഫനും മക്കൻസിയും പോളും ഈ ലിങ്കുകൾ തങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർക്കൊക്കെയും അയച്ചു കൊടുക്കുന്നു. അന്നത്തെ കാലത്ത് ടെലിഫോൺ മോഡം വഴിക്ക് കണക്റ്റ് ആയിരുന്ന ഇൻ്റർനെറ്റ് വളരെ വളരെ സ്ലോ ആയിരുന്നു. അങ്ങനെ ഒരു കണക്ഷനിൽ വർക്ക് ചെയ്യുമെന്ന് ഉറപ്പുള്ള സംഗതികൾ മാത്രമേ ഈ ബീറ്റ വെർഷൻ വെബ്സൈറ്റിൽ അന്ന് ഉണ്ടായിരുന്നുള്ളൂ. വെൽക്കം ടു amazon.com ബുക്സ് എന്നൊരു സന്ദേശമാണ് വെബ്സൈറ്റിൻ്റെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് എത്തുന്ന ഉപയോക്താക്കളെ സ്വാഗതം ചെയ്തിരുന്നത്. തൊട്ടു താഴെ ഉണ്ടായിരുന്ന ഒരു ഹൈപ്പർ ലിങ്ക് 1 മില്യൺ ടൈറ്റിൽസ് കൺസിസ്റ്റൻ്റ്ലി ലോ പ്രൈസസ് എന്നൊരു സന്ദേശം കൂടി വ്യക്തമാക്കിയിരുന്നു. കമ്പനിയുടെ ആദ്യത്തെ ലോഗോ ഒരു ബ്ലൂ ബോക്സിനുള്ളിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഒരു ഇല്ലസ്ട്രേറ്റഡ് എ ആൽഫബറ്റ് ആയിരുന്നു. ആ അക്ഷരത്തിനുള്ളിലൂടെ ഒരു നദി ഒഴുകുന്നതിൻ്റെ ഒരു ഇല്ലസ്ട്രേഷനും ഉണ്ടായിരുന്നു. 1995 ഏപ്രിൽ 3-ാം തീയതി കാഫൻ തൻ്റെ സ്നേഹിതനായിട്ടുള്ള ജോൺ വെയിൻറൈറ്റിന് ഈ ലിങ്ക് അയച്ചു കൊടുക്കുന്നു. അതിൽ ക്ലിക്ക് ചെയ്ത് അകത്ത് കയറുന്ന ജോൺ amazon.comൻ്റെ ആദ്യത്തെ കസ്റ്റമർ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം പിടിക്കുകയും ചെയ്തു. ഫ്ലൂയിഡ് കൺസെപ്റ്റ്സ് ആൻഡ് ക്രിയേറ്റീവ് അനലോഗീസ് എന്നൊരു ശാസ്ത്ര പുസ്തകമായിരുന്നു ആ വെബ്സൈറ്റിൽ നിന്ന് അദ്ദേഹം വില കൊടുത്തു വാങ്ങിക്കുന്നത്. പിന്നീട് ആമസോൺ പച്ച പിടിച്ച് സിയാറ്റിലിൽ കമ്പനിയുടെ സൗത്ത് ലേക്ക് യൂണിയൻ ഹെഡ്ക്വാർട്ടേഴ്സ് കെട്ടിട സമുച്ചയം വന്നപ്പോൾ അതിൽ ഒരു ബിൽഡിങ്ങിൻ്റെ പേര് ഇതേ വെയിൻറൈറ്റ് എന്നായിരുന്നു. അന്ന് ഏറെക്കുറെ പ്രിമിറ്റീവ് ഫോർമാറ്റിലായിരുന്നു വെബ്സൈറ്റിൻ്റെ ഡിസൈൻ എങ്കിലും
ഇന്ന് നമ്മൾ മിക്ക വെബ്സൈറ്റുകളിലും സർവ്വസാധാരണമായിട്ട് കാണുന്ന പല ഫീച്ചറുകളും അന്ന് തന്നെ Amazon.com ഉണ്ടായിരുന്നു. അന്ന് തന്നെ സൈറ്റിൽ ഒരു വിർച്വൽ ഷോപ്പിംഗ് ബാസ്ക്കറ്റ് എന്ന ഫീച്ചർ ഉണ്ടായിരുന്നു. അതുപോലെ ക്രെഡിറ്റ് കാർഡ് ഇൻഫർമേഷൻ വെബ്സൈറ്റിൽ എൻ്റർ ചെയ്യാൻ സുരക്ഷിതമായിട്ടുള്ള ഒരു ഇൻ്റർഫേസും അന്ന് തന്നെ ഉണ്ടായിരുന്നു. വെബ്സൈറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിരുന്ന സെർച്ച് എഞ്ചിൻ അതിൻ്റെ ബാക്ക് എൻഡിലുള്ള ബുക്സ് ഇൻ പ്രിൻ്റ് ഇലക്ട്രോണിക് കാറ്റലോഗിലെ മില്യൺ കണക്കിന് എൻട്രികളിൽ നിന്ന് വളരെ എഫിഷ്യൻ്റായി തന്നെ ഉപഭോക്താക്കൾ എൻ്റർ ചെയ്യുന്ന കീവേഡുകൾ സെർച്ച് ചെയ്ത് അതിനോട് മാച്ച് ചെയ്യുന്ന പ്രൊഡക്റ്റുകൾ കണ്ടെടുത്ത് ഡിസ്പ്ലേ ചെയ്യുമായിരുന്നു. സെർച്ച് ബൈ ഓതർ, ടൈറ്റിൽ, സബ്ജക്റ്റ് അല്ലെങ്കിൽ ISBN നമ്പർ എന്നീ ഓപ്ഷനുകൾ അന്ന് തന്നെ ഈ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. വെബ്സൈറ്റിൽ കാഫൻ ഡിസൈൻ ചെയ്ത വളരെ യുണീക്കായിട്ടുള്ള മറ്റൊരു സെക്ഷൻ കൂടി ഉണ്ടായിരുന്നു. അതാണ് കസ്റ്റമർ റിവ്യൂ സെക്ഷൻ. അതിലെ ആദ്യത്തെ എൻട്രിയും കാഫൻ്റെ തന്നെയായിരുന്നു. ഹാരി വു എഴുതിയ ബിറ്റർ വിൻസ് എ മെമ്മോയർ ഓഫ് മൈ ഇയേഴ്സ് ഇൻ ചൈനാസ് ഗുലാഗ് എന്ന പുസ്തകത്തിൻ്റെ റിവ്യൂ ആയിരുന്നു അത്. ഈ ബുക്ക് റിവ്യൂകളിൽ ചിലതൊക്കെ നെഗറ്റീവ് ആകാൻ തുടങ്ങിയത് അന്നത്തെ ചില പബ്ലിഷേഴ്സിനെ ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. എന്നാൽ ഇങ്ങനെ കസ്റ്റമർ റിവ്യൂസിനുള്ള അവസരം കൊടുക്കുന്നത് കസ്റ്റമേഴ്സിന് ആക്ച്വൽ സ്റ്റോറിൽ വന്ന് പരസ്പരം കണ്ടുമുട്ടുന്ന ഫീൽ കൊടുക്കുമെന്നും അതിലൂടെ അവരുടെ പർച്ചേസ് ഡിസിഷൻസിനെ സ്വാധീനിക്കാൻ കമ്പനിക്ക് കഴിയുമെന്നും ജെഫ് ഉറച്ചു വിശ്വസിച്ചു. അങ്ങനെ ചെയ്താൽ മാത്രമേ കൂടുതൽ പുസ്തകങ്ങൾ വിറ്റഴിക്കാനും കൂടുതൽ പണമുണ്ടാക്കാനും സാധിക്കൂ എന്നും അദ്ദേഹം കരുതി. വെബ്സൈറ്റിൽ വന്നു പോകുന്ന കസ്റ്റമേഴ്സിന് റീഅഷ്യൂറിംഗ് ആയിട്ടുള്ള പല ഫീച്ചറുകളും അന്ന് തന്നെ ആമസോൺ വെബ്സൈറ്റിൽ ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരു പുസ്തകം വെബ്സൈറ്റിൽ നിന്ന് വാങ്ങുന്ന നിമിഷം തന്നെ അവർക്കൊരു പർച്ചേസ് കൺഫർമേഷൻ ഇമെയിൽ പോകുമായിരുന്നു. അതുപോലെ ആമസോണിൽ വളരെ ലിബറൽ ആയിട്ടുള്ള ഒരു 30-day റിട്ടേൺ പോളിസിയും ഉണ്ടായിരുന്നത് കസ്റ്റമേഴ്സിനെ അവരിലേക്ക് വലിച്ചടിപ്പിച്ചു. നേരത്തെ ബീറ്റ വേർഷൻ ആയിരുന്ന ഈ വെബ്സൈറ്റ് പബ്ലിക്കിന് മുന്നിൽ ഒടുവിൽ ലോഞ്ച് ചെയ്യപ്പെടുന്നത് 1995 ജൂലൈ 16 അങ്ങനെ ലോഞ്ച് ചെയ്ത സമയത്ത് കമ്പനിയുടെ ഡിസൈൻ എഞ്ചിനീയർമാരിൽ ഒരാൾ ഒരു സ്പെഷ്യൽ ഫീച്ചർ ആ വെബ്സൈറ്റിൻ്റെ ബാക്ക് എൻഡിൽ ചെയ്തു വെച്ചിരുന്നു. അതായത് ഓരോ തവണ ഏതെങ്കിലും ഒരു കസ്റ്റമർ സൈറ്റിൽ കയറി എന്തെങ്കിലും ഒരു പർച്ചേസ് പൂർത്തിയാക്കിയാൽ ഉടനെ തന്നെ ഓഫീസിൽ ഒരു ബെല്ലടിക്കും. ആദ്യത്തെ പർച്ചേസുകളിൽ പലതും അവിടെ ജോലി ചെയ്തിരുന്നവരുടെ ബന്ധുക്കൾ തന്നെയാണ് നടത്തിയിരുന്നത്. ഒരു ജെനുവിൻ കസ്റ്റമർ വരുന്നതും കാത്തിരിക്കുകയായിരുന്ന ജെഫ് ഓരോ പർച്ചേസ് ബെല്ല് മുഴങ്ങുമ്പോഴും ഓഫീസിൽ എല്ലാവരും കേൾക്കെ ഈ കസ്റ്റമർ ആരുടെയെങ്കിലും അമ്മയാണോ, ഈ പേര് പരിചയമില്ലല്ലോ, ആരുടെ ഫ്രണ്ടാണിത് എന്നൊക്കെ ചോദിക്കുമായിരുന്നു. ആദ്യ ദിവസങ്ങളിൽ ഈ ബെല്ല് വല്ലപ്പോഴും മണിക്കൂറുകൾ കൂടുമ്പോൾ ഒരിക്കൽ മാത്രമാണ് അടിച്ചിരുന്നത് എങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ബെല്ലടിക്കുന്ന ഫ്രീക്വൻസിയിൽ കാര്യമായ വർധനവുണ്ടായി. ഒരു മണിക്കൂറിൽ പലതവണ ഈ ബെല്ല് അടിക്കാൻ തുടങ്ങി. അധികം വൈകാതെ അത് മിനിറ്റിൽ പലവട്ടം എന്നായി. പിന്നാലെ ഈ ബെല്ല് തുടർച്ചയായിട്ട് കിടന്ന് അടി തുടങ്ങിയതോടെ ചെവിതല കേൾക്കാൻ വേണ്ടി ജെഫിന് ആ ബെല്ല് ഡിസ്കണക്ട് ചെയ്തിടേണ്ട ഗതികേട് പോലും ഉണ്ടാവുന്നുണ്ട്. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് മാത്രം യാതൊരുവിധ പരസ്യവും കൊടുക്കാതെ തന്നെ ആമസോൺ വെബ്സൈറ്റ് വഴിക്ക് അവർക്ക് കിട്ടുന്ന പർച്ചേസ് വോളിയം $12,400. ഒരു മാസം പിന്നിട്ടതോടെ ആമസോൺ വെബ്സൈറ്റ് അമേരിക്കയിലെ 50 സ്റ്റേറ്റുകളിലെ അഡ്രസ്സുകളിലേക്കും 55ഓളം വിദേശ രാജ്യങ്ങളിലേക്കും പുസ്തകങ്ങൾ പാർസൽ ചെയ്ത് കഴിഞ്ഞിരുന്നു. ആദ്യകാല ബെസ്റ്റ് സെല്ലറുകളിൽ പലതും കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ് പഠന സഹായികൾ തന്നെയായിരുന്നു. ഉദാഹരണത്തിന് ലിങ്കൻ ഡി സ്റ്റെയിൻ എഴുതിയ ഹൗ ടു സെറ്റ് അപ്പ് ആൻഡ് മെയിൻറ്റെയിൻ എ വേൾഡ് വൈഡ് വെബ്സൈറ്റ് ദ ഗൈഡ് ഫോർ ഇൻഫർമേഷൻ പ്രൊവൈഡേഴ്സ് എന്ന കൈപ്പുസ്തകം അന്ന് വമ്പൻ ഹിറ്റാകുന്നുണ്ട്. അങ്ങനെ Amazon.com എന്ന ഓൺലൈൻ ബുക്ക് സെല്ലിംഗ് പ്ലാറ്റ്ഫോം തുടക്കം തൊട്ട് തന്നെ വമ്പൻ വിജയമായി എങ്കിലും അവരുടെ ഷിപ്പിംഗ് പ്രാക്ടീസുകൾ അപ്പോൾ വളരെ മോശമായിരുന്നു. അവർക്ക് ഒരു ബുക്കിനുള്ള ഓർഡർ കിട്ടിയെന്ന് കരുതുക. ആ ബുക്ക് ഇൻഗ്രാം ബുക്ക് ഹൗസിലോ അല്ലെങ്കിൽ ബേക്കർ ആൻഡ് ടൈലറിലോ ഒക്കെയാണ് ഉള്ളത് എന്നും കരുതുക. ഇങ്ങനൊരു ഓർഡർ കിട്ടിയാൽ ഉടനെ Amazon.comലെ ഒരു ജീവനക്കാരൻ ഈ ബുക്ക് ഡിസ്ട്രിബ്യൂട്ടറെ ഫോണിൽ വിളിച്ച് ഓർഡർ കൊടുക്കും. അവിടെ നിന്ന് ദിവസങ്ങളെടുത്ത് പാഴ്സലായിട്ട് ഈ പുസ്തകം ആദ്യം ആമസോണിൻ്റെ ഗോഡൗണിലെത്തും. അവിടെ മറ്റൊരു ജീവനക്കാരൻ ആ പുസ്തകത്തെ വീണ്ടും പാക്ക് ചെയ്ത് ബുക്ക് ചെയ്ത ആൾ എൻ്റർ ചെയ്ത അഡ്രസ്സിലേക്ക് റീപാഴ്സൽ ചെയ്യും. ഒരാഴ്ച മുതൽ ഒരു മാസം വരെ കാലതാമസം ഇതുകൊണ്ട് ഡെലിവറിക്ക് അന്ന് ഉണ്ടായിരുന്നു. ബിസിനസ് വല്ലാതെ വളർന്നതോടെ ആമസോൺ കമ്പനി ആ കെട്ടിടത്തിൻ്റെ ബേസ്മെൻറ്റ് ഫ്ലോർ മൊത്തം ഏറ്റെടുത്ത് ബുക്ക് പാഴ്സൽ സോർട്ടിംഗ് സെൻ്റർ ആക്കി മാറ്റുന്നു. ആമസോൺ അന്ന് പ്രോഗ്രാമിങ്ങിന് വേണ്ടി 10 ജീവനക്കാരുണ്ടായിരുന്നു. രാത്രിയാകുമ്പോൾ ബേസ്മെൻറ്റിൽ ചെന്ന് ഓർഡറുകൾ തരംതിരിച്ച് പാക്ക് ചെയ്തിരുന്നതും ഇതേ ജീവനക്കാർ തന്നെയാണ്. രാവിലെ തുടങ്ങുന്ന അധ്വാനം തീരാൻ രാത്രി 2-3 മണിയെങ്കിലും ആവും. തുടക്കത്തിൽ ഈ ലോ സീലിംഗ് സെല്ലർ ഫ്ലോറിൽ മുട്ടുകുത്തി നിന്നാണ് ഇവർ പാക്കിംഗ് നടത്തിയിരുന്നത്. ഒരു ദിവസം ഈ പ്രോഗ്രാമർമാരിൽ ഒരാൾ ജെഫിനോട് പരാതി പറഞ്ഞു. ഇങ്ങനെ മുട്ടുകുത്തിയെന്ന് ജോലിയെടുത്ത് എൻ്റെ കാൽമുട്ട് തേഞ്ഞു തുടങ്ങി, നല്ല വേദന എടുക്കുന്നുണ്ട് ഇപ്പോൾ. അതിനോട് ജെഫിൻ്റെ മറുപടി, മുട്ടുവേദനിക്കുന്നുണ്ടെങ്കിൽ നിനക്ക് മുട്ടിനിടാൻ ഒരു നീ പാഡ് വാങ്ങിത്തരാം എന്നായിരുന്നു. അത് കേട്ട് ആ പ്രോഗ്രാമർ തന്നെ അന്തം വിട്ട് നോക്കി നിന്നുവെന്നും നീ പാഡല്ല വാങ്ങിക്കേണ്ടത് പാക്കിംഗ് ടേബിളുകളാണ് എന്ന് പറഞ്ഞുവെന്നും ജെഫ് തന്നെ പിന്നീട് ഓർത്തെടുക്കുന്നുണ്ട്. എന്തായാലും അതിൻ്റെ അടുത്ത ദിവസം തന്നെ ജെഫ് വേണ്ടത്ര എണ്ണം പാക്കിംഗ് ടേബിളുകൾ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുകയും അവരുടെ പ്രൊഡക്ടിവിറ്റി കൂട്ടുകയും ചെയ്തു. അന്നത്തെ ഈ നീപാഡ് സ്റ്റോറി ജെഫും മെക്കൻസിയും ആമസോണിലെ മറ്റ് പല ജീവനക്കാരും പലതവണ പറഞ്ഞു ഒരു ജെഫിസമായി ആമസോൺ വൃത്തങ്ങളിൽ പോപ്പുലറാണ്. ഇങ്ങനെ പാക്കിംഗ് ടേബിളുകൾ വന്നിട്ടും ആമസോണിൻ്റെ ഡെലിവറിയുടെ എഫിഷ്യൻസി ഒന്നും കൂടുന്നില്ല. വെബ്സൈറ്റ് ലോഞ്ച് ചെയ്ത് 2 മാസം കഴിഞ്ഞപ്പോഴേക്കും അവരുടെ വീക്ക്ലി സെയിൽസ് $20,000 കടന്നു.
പക്ഷേ ഒരു കുഴപ്പമുള്ളത്, കിട്ടുന്ന ഓർഡറുകളുടെ പാതി മാത്രമേ അവർക്ക് അറ്റൻഡ് ചെയ്യാൻ കഴിയുന്നുണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ള ഓർഡറുകളെല്ലാം പൈലപ്പായി ഗുരുതരമായിട്ടുള്ള ബാക്ക്ലോഗ് ഉണ്ടായി തുടങ്ങി. അതുപോലെ ആമസോണിന് വളരെ ജനറസ് ആയിട്ടുള്ള ഒരു റിട്ടേൺ പോളിസി ഉണ്ടായിരുന്നതുകൊണ്ട് റിട്ടേൺ പാർസലുകളും വന്ന് കുമിഞ്ഞു കൂടി തുടങ്ങി. അത് ഹാൻഡിൽ ചെയ്യാനും അവിടെ ആരും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിത്യേന നിരവധി പ്രശ്നങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരുന്നു. എന്നാലും ആമസോൺ എന്ന സ്ഥാപനത്തെ അപ്പോൾ അലട്ടിയിരുന്ന യഥാർത്ഥ പ്രശ്നം അതൊന്നും ആയിരുന്നില്ല. കമ്പനിക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്നതായിരുന്നു ആ പ്രശ്നം. പുസ്തകം പ്രിൻ്റ് ചെയ്ത് വിതരണം ചെയ്തിരുന്ന ഡിസ്ട്രിബ്യൂട്ടർമാരിൽ നിന്ന് പരമാവധി അവർക്ക് കിട്ടിയിരുന്ന ഡിസ്കൗണ്ട് അന്ന് 50%. വിൽപ്പന കൂടാൻ വേണ്ടി ആമസോൺ ഏതാണ്ട് എല്ലാ പുസ്തകങ്ങൾക്കും തന്നെ മുഖവിലയുടെ 40% വിലക്കിഴിവ് ഓഫർ ചെയ്തിരുന്നു അന്ന് വെബ്സൈറ്റിൽ. അതായത് പണം ഉണ്ടാക്കാനുള്ള ഒരേ ഒരു മാർജിൻ അവശേഷിക്കുന്ന 10% മാത്രമാണ്. അതായത് $10 വിലയുള്ളൊരു പുസ്തകം വിറ്റാൽ കമ്പനിക്ക് ആകെ കിട്ടുക ഒരൊറ്റ $1 മാത്രം. കമ്പനി പൂട്ടിപ്പോകരുത് എന്നുണ്ടെങ്കിൽ ഇനി ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ, ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരിക. കാര്യങ്ങൾ പക്ഷേ അത്ര കണ്ട് ശുഭോദർക്കമായിരുന്നില്ല അന്ന്. 1994 ഫൗണ്ടിങ് ഇയറിൽ ആമസോൺ കമ്പനി ഉണ്ടാക്കിയ നഷ്ടം $52,000 ആയിരുന്നു. അടുത്ത വർഷത്തെ നഷ്ടത്തിൻ്റെ പ്രൊജക്ഷൻ ഏതാണ്ട് $3 ലക്ഷം ആയിരുന്നു. അന്ന് പക്ഷേ ജെഫ് ബെസോസ് കേൾക്കുന്ന ആർക്കും തള്ളു എന്ന് തോന്നുന്ന ഒരു പ്രഡിക്ഷൻ നടത്തുന്നു. കമ്പനി അടുത്ത 5 വർഷം കഴിയുമ്പോഴേക്കും, അതായത് 2000 ആകുമ്പോഴേക്കും $74 മില്യൺ മുതൽ $114 മില്യൺ വരെ പ്രതിവർഷം സെയിൽസ് നടത്തും. അന്നത് കേട്ട ഒരൊറ്റ മനുഷ്യനും അത് വിശ്വസിച്ചില്ല എങ്കിലും 2000 ആയപ്പോഴേക്കും അതിനേക്കാളൊക്കെ എത്രയോ അധികമായിരുന്നു Amazon.comൻ്റെ ടോട്ടൽ സെയിൽസ്. ബാലൻസ് ഷീറ്റിൽ പ്രതിഫലിച്ച ഈ നമ്പറുകൾക്കപ്പുറം ജെഫ് ബെസോസ് തൻ്റെ ഇൻവെസ്റ്റേഴ്സിന് കൊടുത്ത ഒരു വാക്കുണ്ട്. ഓൺലൈൻ കൊമേഴ്സ് സ്ഥാപനങ്ങൾ അന്ന് പ്രവർത്തിച്ചിരുന്ന സകല കൺവെൻഷനുകളെയും Amazon.com തിരുത്തിക്കുറിക്കുമെന്ന്. അധികം വൈകാതെ ജെഫ് ബെസോസ് Amazon.comലൂടെ നൽകിയിരുന്ന പേഴ്സണലൈസ്ഡ് ബുക്ക് ഷോപ്പിംഗ് എക്സ്പീരിയൻസ് ജനങ്ങളെ ആ വെബ്സൈറ്റിലേക്ക് വലിച്ചടുപ്പിച്ചു. ബുക്ക് റിവ്യൂകളും റെക്കമെൻഡേഷനുകളും എല്ലാം ബുക്ക് സെയിൽസിന് ഗുണം ചെയ്തു. സ്ഥാപനത്തിന് വെച്ചടി കയറ്റമുണ്ടായി. ആ കാലത്ത് തന്നെ തൻ്റെ സമകാലികരായിട്ടുള്ള പല സംരംഭകർക്കും സാധിക്കാതിരുന്ന ഒരു പ്രഡിക്ഷൻ നടത്താൻ ജെഫ് ബെസോസിന് സാധിച്ചു. അന്നത്തെ ഒച്ചിൻ്റെ വേഗതയിൽ എഴയുന്ന ഇൻ്റർനെറ്റിൻ്റെ സ്പീഡ് അധികം വൈകാതെ കൂടുമെന്നും താമസിയാതെ മിന്നൽ വേഗത്തിൽ കാര്യങ്ങൾ സാധിക്കാൻ കമ്പ്യൂട്ടറുകൾക്ക് സാധിക്കുമെന്നും അദ്ദേഹം അന്ന് ആ കാലത്ത് തന്നെ പ്രവചിച്ചു. പുസ്തകങ്ങളിലാണ് തുടക്കമെങ്കിലും Amazon.comൽ വരുന്ന കസ്റ്റമേഴ്സിന് അവർക്ക് വേണ്ടത് എന്തും വാങ്ങിക്കാൻ സാധിക്കുന്ന കാലം വിദൂരമല്ല എന്നും അദ്ദേഹം അന്ന് തന്നെ പറഞ്ഞു. ഈ സങ്കല്പം അദ്ദേഹം തന്നെ ഇൻവെസ്റ്റർമാർക്ക് മുന്നിൽ വെച്ചത് ദി എവറിത്തിങ് സ്റ്റോർ എന്ന വിശേഷണത്തോടെയാണ്. ആദ്യം സമീപിച്ച പല ഇൻവെസ്റ്റർമാരും മടിച്ചു നിന്നുവെങ്കിലും അധികം വൈകാതെ എറിക് ഡില്ലൻ അടക്കമുള്ള 15ഓളം നിക്ഷേപകരെ സ്വാധീനിക്കാൻ, കൺവിൻസ് ചെയ്യിക്കാൻ ജെഫിന് സാധിക്കുന്നു. 1995 നവംബർ ആയപ്പോഴേക്കും ഏതാണ്ട് $10 ലക്ഷത്തോളം Amazon.com ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ സ്വരൂപിച്ചു കഴിഞ്ഞിരുന്നു. 1996 തുടക്കത്തിൽ Amazon.com ഒരു 10 മില്യൺ കമ്പനിയാണ് എന്ന അസസ്മെൻറ്റിലേക്ക് ഫിനാൻഷ്യൽ അനലിസ്റ്റുകൾ എത്തിച്ചേരുന്നു. 1996 മെയ് 16 ഇറങ്ങിയ തങ്ങളുടെ എഡിഷനിൽ വാൾ സ്ട്രീറ്റ് വിസ് ഫൈൻസ് നിഷ് സെല്ലിംഗ് ബുക്സ് ഓൺ ദ ഇൻ്റർനെറ്റ് എന്ന തലക്കെട്ടോടെ ഒരു ഫ്രണ്ട് പേജ് ആർട്ടിക്കിൾ പ്രസിദ്ധപ്പെടുത്തി വാൾ സ്ട്രീറ്റ് ജേർണലും ആമസോണിൻ്റെ ക്രെഡിബിലിറ്റിക്ക് ബലം പകർന്നു. വാൾ സ്ട്രീറ്റ് ജേർണലിൽ ഈ ലേഖനം വന്ന ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ ആമസോണിൽ വിൽപ്പന 2 ഇരട്ടിയായി വർദ്ധിച്ചു. അധികം വൈകാതെ തന്നെ 17,000 സ്ക്വയർ ഫീറ്റ് വലിപ്പത്തിലുള്ള ഒരു പുതിയ കെട്ടിടത്തിലേക്ക് Amazon.com മാറുകയും ചെയ്തു. അന്നത്തെ ബുക്ക് സെല്ലർമാരിൽ നിന്ന് ആമസോണിനെ വ്യത്യസ്തമാക്കിയത് അതിൻ്റെ മോസ്റ്റ് മോഡേൺ അഡ്വാൻസ്ഡ് ഫീച്ചറുകളായിരുന്നു. ഉദാഹരണത്തിന് ആമസോണിൻ്റെ പക്കൽ മാത്രമാണ് അന്ന് 30 ലക്ഷത്തോളം പുസ്തകങ്ങളുടെ ഒരു കാറ്റലോഗ് ഉണ്ടായിരുന്നത്. അതിൽ തപ്പി നിമിഷങ്ങൾക്കുള്ളിൽ നിങ്ങൾക്ക് വേണ്ട പുസ്തകമുണ്ടോ എന്ന് കണ്ടെത്താനാകും. അതിന് പുറമെ ഒരു പുസ്തകത്തിൻ്റെ ടൈറ്റിൽ നിങ്ങൾ സെർച്ച് ചെയ്യുകയാണെങ്കിൽ വെബ്സൈറ്റ് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റിയ സമാനമായിട്ടുള്ള പുസ്തകങ്ങളുടെ ടൈറ്റിലുകൾ നിർദ്ദേശിക്കും. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരെക്കുറിച്ചും ഇഷ്ടമുള്ള വിഷയങ്ങളെക്കുറിച്ചുമൊക്കെ Amazon.comനോട് പറയുകയാണെങ്കിൽ അവർ നിങ്ങളുടെ ഇമെയിലിലേക്ക് കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള പർച്ചേസ് റെക്കമെൻഡേഷനുകളും അയച്ചുവിടും. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ട നോവലിസ്റ്റിൻ്റെ അടുത്ത നോവൽ ഇപ്പോൾ അച്ചടിയിലാണ് എങ്കിൽ അതെപ്പോൾ പുറത്തു വരും എന്നൊക്കെയുള്ള ഏറ്റവും പുതിയ വിവരങ്ങളും ആമസോൺ നിങ്ങളെ അറിയിക്കും. ഇന്ന് കേൾക്കുമ്പോൾ ഇതൊക്കെ വളരെ സാധാരണമാണെന്ന് തോന്നാമെങ്കിലും അന്നത്തെ സാങ്കേതികവിദ്യയുടെ നിലവാരം വെച്ച് അതൊന്നും ആരും ചെയ്തിരുന്നില്ല. പുസ്തകങ്ങൾ അന്വേഷിച്ച് പിടിക്കുന്ന രീതിയിൽ വിപ്ലവം കൊണ്ടുവരിക വഴി ആമസോൺ പുസ്തക വ്യാപാരത്തെ അടിമുടി മാറ്റുകയാണ് എന്ന് അന്ന് റാൻഡം ബുക്ക് ഹൗസ് എന്ന അറിയപ്പെടുന്ന പ്രസാധന സ്ഥാപനത്തിൻ്റെ ചെയർമാനായിരുന്ന ആൽബർട്ടോ വിറ്റാലയും പ്രസ്താവിച്ചിരുന്നു. ഈ ഒരു ഘട്ടമായപ്പോഴേക്കും 3 എഡിറ്റർമാരടക്കം 35 പേരാണ് അന്ന് ആമസോണിൽ ജീവനക്കാരായിട്ട് ഉണ്ടായിരുന്നത്. ബിസിനസ് വോളിയം കൂടിക്കൂടി വന്നതോടെ ജെഫ് കൂടുതൽ പ്രോഗ്രാമർമാരെ നിയമിച്ച് വെബ്സൈറ്റ് കൂടുതൽ കാര്യക്ഷമമാക്കി. പാക്കിംഗ് ആൻഡ് പാഴ്സലിംഗ് സെക്ഷനിലും വേണ്ടത്ര ആളുകളെ അന്ന് അദ്ദേഹം ജോലിക്കെടുക്കുന്നു. താമസിയാതെ 66 രാജ്യങ്ങളിലേക്ക് ആമസോൺ പ്രൊഡക്റ്റുകൾ ഷിപ്പ് ചെയ്യാൻ തുടങ്ങി. ആമസോണിൻ്റെ വളരെ യുണീക്കായിട്ടുള്ള ബിസിനസ് പ്രാക്ടീസുകൾ കാരണം അവരുടെ കസ്റ്റമേഴ്സിൽ 60% പേരും റിട്ടേണിംഗ് കസ്റ്റമേഴ്സ് ആയിരുന്നു. തൻ്റെ കസ്റ്റമർ ബേസ് ദിനംപ്രതി എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണമെന്നതായിരുന്നു ഇക്കാലത്ത് ജെഫിൻ്റെ ചിന്ത മുഴുവനും. ഒരിക്കൽ ജെഫിനോട് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽ ഒരാൾ
താനൊരു കയാക്കിംഗ് പ്രേമിയാണ് എന്ന് വളരെ കാഷ്വലായിട്ട് ഒരവസരത്തിൽ പറയുകയുണ്ടായി. അത് കേട്ടപ്പോൾ ജെഫ് അയാളോട് പറയുന്നത്, ഭാവിയിൽ Amazon.com കയാക്കിങ്ങിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ മാത്രമായിരിക്കില്ല വിൽക്കുക, കയാക്കിംഗ് മാസികൾക്കുള്ള സബ്സ്ക്രിപ്ഷൻ, കയാക്ക് ട്രാവൽ ടൂർസിനുള്ള ടിക്കറ്റുകൾ, കയാക്കുകൾ, പാഡലുകൾ, ലൈഫ് ജാക്കറ്റുകൾ, മറ്റ് കയാക്കിംഗ് എക്യുപ്മെൻറ്റുകൾ, ഇതൊക്കെയും Amazon.comലൂടെ ജനം വാങ്ങുമെന്ന് അന്ന് ബെസോസ് പറഞ്ഞപ്പോൾ ആ എംപ്ലോയി മനസ്സിൽ കരുതിയത് തൻ്റെ മുതലാളിക്ക് വട്ടാണ് എന്നാണ്. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെയൊക്കെ ആളുകൾ ചെയ്യുമെന്ന് ഊഹിക്കാൻ പോലും സാധിക്കുമായിരുന്നില്ല. എന്നാൽ അത് തന്നെ സത്യമായി ഭവിച്ചു. അങ്ങനെ ഭാവിയിൽ തൻ്റെ കസ്റ്റമർമാർ എങ്ങനെ പെരുമാറുമെന്ന് അന്ന് തന്നെ ഊഹിക്കാൻ സാധിച്ചിടത്താണ് സത്യത്തിൽ ജെഫ് ബെസോസ് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാവുന്നത്. 1996 ലാസ്റ്റ് ക്വാർട്ടർ എത്തി നിൽക്കുന്ന സമയം. ജെഫ് ബെസോസിൻ്റെ പ്രതീക്ഷകളെക്കാളൊക്കെ ആമസോൺ വളർന്നു കഴിഞ്ഞു. സെയിൽസ് 16 മില്യൺ താണ്ടി നിൽക്കുന്നു. പക്ഷെ അപ്പോഴും കമ്പനി ലാഭത്തിലേക്ക് എത്തി എന്ന് പറയാറായിട്ടില്ല. ലാഭമായിട്ടില്ല എന്നല്ല, അക്കൊല്ലം ഏതാണ്ട് $6 മില്യൺ നഷ്ടം ബാലൻസ് ഷീറ്റിൽ രേഖപ്പെടുത്തും എന്നുള്ള അവസ്ഥയാണ്. കമ്പനിയിലേക്ക് വന്നിറങ്ങിയ ഇൻവെസ്റ്റ്മെൻറ്റ് എല്ലാം തന്നെ ജെഫ് എടുത്ത് ചെലവിട്ട് കഴിഞ്ഞു. പോരാത്തതിന് കിട്ടാവുന്നിടത്തുനിന്നൊക്കെ കമ്പനി കടവും വാങ്ങിയിട്ടുണ്ട്. കുറെ കൂടി നല്ല കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് സ്ഥാപിക്കാനും ആൾ കുറവുള്ളിടങ്ങളിലേക്ക് പുതിയ ജീവനക്കാരെ നിയമിക്കാനുമൊക്കെയാണ് ഈ പണമൊക്കെയും ചെലവിട്ടിട്ടുള്ളത്. കമ്പനി അതുവരെയും ലാഭത്തിലെത്തിയിട്ടില്ല എങ്കിലും ആമസോണിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് ജെഫ് ബെസോസിൻ്റെ കഴിവിൽ പൂർണ്ണമായിട്ടും വിശ്വാസമുണ്ടായിരുന്നു. ഇയാൾ ഇതെങ്ങനെയും ലാഭത്തിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുമെന്ന് തന്നെ അവർ കരുതി. 1997 തുടക്കത്തിൽ ആമസോണിൻ്റെ വിപണി മൂല്യം $60 മില്യൺ ഉയരുന്നു. ആ സമയത്ത് വേണമെങ്കിൽ ബെസോസിന് തൻ്റെ കമ്പനി മറ്റാർക്കെങ്കിലും വിറ്റൊഴിച്ച് ഒരു സേഫ് എക്സിറ്റ് നടത്താമായിരുന്നു. ശിഷ്ടജീവിതം ഒരു പണിയും എടുക്കാതെ സുഖിച്ച് ജീവിക്കാൻ അങ്ങനെ ഒരു ഡീലിൽ നിന്ന് കിട്ടുന്ന പണം ധാരാളമായിരുന്നു. എന്നാൽ അങ്ങനെ ആ ഒരു പൈസ ഉണ്ടാക്കുക എന്നതായിരുന്നില്ല ജെഫിൻ്റെ ലക്ഷ്യം. അദ്ദേഹത്തിൻ്റെ അവിടുന്ന് അങ്ങോട്ടുള്ള വിഷൻ പിന്നീട് ആമസോണിൻ്റെ മോട്ടോ തന്നെ ആയി മാറിയ മറ്റൊരു ജെഫിസത്തിൽ നമുക്ക് വേണമെങ്കിൽ ഒതുക്കി നിർത്താം: ഗെറ്റ് ബിഗ് ഫാസ്റ്റ്. 97 കാലത്ത് ജെഫ് ബെസോസ് ആകെ ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ്. അപ്പോഴേക്കും ലോകത്തിലെ ആകെ ഇൻ്റർനെറ്റ് യൂസർമാരുടെ എണ്ണം ഏതാണ്ട് 7 കോടി കവിഞ്ഞിരുന്നു. അവർക്ക് ഓരോരുത്തർക്കും പുസ്തകം വിൽക്കാൻ വേണ്ടി ജെഫ് കൊണ്ടുപിടിച്ചുള്ള ശ്രമങ്ങൾ നടത്തുകയാണ്. അതിനോടകം തന്നെ ആമസോൺ ലോകത്തിലെ ഏറ്റവും വലിയ ബുക്ക് സെല്ലറായി മാറിക്കഴിഞ്ഞിരുന്നു. എന്നാൽ ഷിപ്പിംഗ് ടൈം മെച്ചപ്പെടുത്താനും വെബ്സൈറ്റ് കൂടുതൽ യൂസർ ഫ്രണ്ട്ലി ആക്കാനും വേണ്ടി ബെസോസ് തൻ്റെ ജീവനക്കാരെ വല്ലാതെ പുഷ് ചെയ്തുകൊണ്ടിരുന്ന കാലമാണ്. ബെസോസിൻ്റെ ഗെറ്റ് ബിഗ് ഫാസ്റ്റ് എന്ന മോട്ടോ നടപ്പിലാക്കാൻ വേണ്ടി അദ്ദേഹത്തോടൊപ്പം ആമസോണിൽ അന്ന് ആകെ ഉണ്ടായിരുന്ന 150 ജീവനക്കാരും ഒറ്റക്കെട്ടായിട്ട് കഠിനാധ്വാനം നടത്തുകയാണ്. രാവിലെ 6 മണിയോടെ തന്നെ കമ്പനി ഉടമയും ജീവനക്കാരും ഒക്കെ ഒരുപോലെ ഓഫീസിലെത്തും. ഇവരിൽ പലരും മടങ്ങി പോകുന്നത് പാതിരാത്രിയും കഴിഞ്ഞിട്ടാണ്. അത്യാവശ്യമില്ല എന്നുണ്ടെങ്കിൽ, അതായത് വല്ല അസുഖവും ബാധിച്ച് കിടപ്പിലായില്ല എങ്കിൽ വീക്ക് ഡേയ്സിൽ ആരും തന്നെ ലീവ് എടുക്കില്ല. ഇങ്ങനെ ഇത്ര വേഗത്തിൽ എക്സ്പാൻഡ് ചെയ്യുന്നത് എന്തിനാണ് എന്ന് അന്ന് ആരോ ചോദിച്ചപ്പോൾ അതിന് ബെസോസ് കൊടുത്ത മറുപടി, നമ്മൾ ചെറുതായിരിക്കുന്നിടത്തോളം കാലം നമ്മളെക്കാൾ വലിയ ആരെങ്കിലും വന്ന് നമ്മൾ ഇന്നോളം അധ്വാനിച്ചുണ്ടാക്കിയ നേട്ടങ്ങളെല്ലാം തട്ടിപ്പറിക്കാൻ ഇടയുണ്ട് എന്നതായിരുന്നു. അങ്ങനെ ആമസോണിനേക്കാൾ വലിയ ആരെങ്കിലും എന്ന് അന്ന് ജെഫ് ഉദ്ദേശിച്ചത് വർഷത്തിൽ ഏതാണ്ട് $200 കോടി പുസ്തക വിൽപ്പന ഉണ്ടായിരുന്ന ബാൺസ് ആൻഡ് നോബിൾ എന്ന അന്നത്തെ അമേരിക്കയിലെ ഏറ്റവും വലിയ ബുക്ക് സ്റ്റോറിനെയാണ്. 90 തുടക്കത്തിൽ ബാൺസ് ആൻഡ് നോബിളിൻ്റെ ഭാഗത്തു നിന്ന് വളരെ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പാൻഷൻ മൂവ് ഉണ്ടാവുന്നു. അമേരിക്കയിൽ അന്ന് പുതുതായിട്ട് വന്നുകൊണ്ടിരുന്ന പല ഷോപ്പിംഗ് മാളുകളിലും അവർ സൂപ്പർ സ്റ്റോറുകൾ തുടങ്ങുന്നു. വമ്പിച്ച ഓഫറുകൾ കൊടുത്തുകൊണ്ടുള്ള ആ എക്സ്പാൻഷൻ സുനാമിക്ക് മുന്നിൽ അന്ന് അമേരിക്കയിലെ ഒട്ടുമിക്ക ചെറുകിട ബുക്ക് സ്റ്റോറുകൾക്കും പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ബാൺസ് ആൻഡ് നോബിൾ വലിയ വളർച്ച നേടിയ 1991-97 കാലത്ത് അമേരിക്കയിലെ ഇൻഡിപെൻഡൻറ്റ് ബുക്ക് സ്റ്റോറുകളുടെ എണ്ണം 4500-ൽ നിന്ന് 3000 ഇടിയുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് തന്നെ തുടരുമെന്നൊരു പ്രതീതിയും അന്ന് മാർക്കറ്റിൽ ഉണ്ടാകുന്നു. ഇവരിങ്ങനെ ഒരു സൈഡിൽ കൂടി വിപ്ലവം ഉണ്ടാക്കുന്നതിനിടയിലാണ് ജെഫ് ബെസോസ് Amazon.com വന്ന് ബുക്ക് സ്റ്റോർ വിപണിയിൽ ഒരു ചലനം സൃഷ്ടിക്കുന്നത്. ആമസോൺ വന്നതുകൊണ്ട് ബാൺസ് ആൻഡ് നോബിളിന് കാര്യമായിട്ടുള്ള നഷ്ടമൊന്നും ഉണ്ടായി എന്ന് പറയാനാവില്ല എങ്കിലും അതിൻ്റെ CEO ലെൻ റിജിയോ ആമസോണിനെ തുലയ്ക്കാൻ തന്നെ ഒരുമ്പിട്ടിറങ്ങുന്നു. തൻ്റെ കമ്പനി സ്വന്തമായി ഒരു ബുക്ക് സെല്ലിംഗ് വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോവുകയാണ് എന്നും ഒരു ഹോസ്റ്റൽ ടേക്ക് ഓവറിൻ്റെ അപമാനത്തിൽ നിന്ന് ഒഴിവാണമെന്നുണ്ടെങ്കിൽ ആമസോൺ തൻ്റെ കമ്പനിക്ക് വിറ്റൊഴിയുന്നതാണ് നല്ലത് എന്നും അദ്ദേഹം അന്ന് ബെസോസിനോട് നേരിട്ട് തന്നെ സൂചിപ്പിക്കുന്നു. എന്നാൽ ഇനി ഏത് ഭീമൻ വന്നാലും തൻ്റെ കമ്പനിയെ ഒരു ചുക്കും ചെയ്യാനാവില്ല എന്ന നിലപാടായിരുന്നു ജെഫിൻ്റേത്. അദ്ദേഹം റിജിയോയുടെ ഓഫർ തിരസ്കരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് അമേരിക്കയിൽ അരങ്ങേറിയത് ഇരു കമ്പനികളും തമ്മിലുള്ള ഒരു തുറന്ന വ്യാപാര യുദ്ധമാണ്. ബാൺസ് ആൻഡ് നോബിളിലെ കഫേയിൽ ആമസോണിൻ്റെ നിക്ഷേപകരുമായിട്ട് ചെന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റുകൾ നടത്തുക, കാൺട്ട് ഫൈൻഡ് ദാറ്റ് ബുക്ക് യു വാണ്ടഡ് എന്ന പരസ്യവാചകവും ആമസോൺ ലോഗോയും ഒക്കെ എഴുതി വെച്ച മൊബൈൽ ഹോർഡിങ്ങുകൾ വെച്ച ട്രക്കുകൾ കൊണ്ടുവന്ന് ബാൺസ് ആൻഡ് നോബിൾ സ്റ്റോറിന് അടുത്തായിട്ട് പാർക്ക് ചെയ്യുക തുടങ്ങി പല വിക്രിയകളും അക്കാലത്ത് ജെഫിൽ നിന്നുണ്ടാവുന്നുണ്ട്. ആസ് എ ബുക്ക് സെല്ലർ ബാൺസ് ആൻഡ് നോബിളിൻ്റെ ഭാഗത്തു നിന്ന് മറ്റൊരു റിയൽ ത്രെട്ട് കൂടി ആമസോണിന് ഉണ്ടായിരുന്നു. ബെസ്റ്റ് സെല്ലർ പുസ്തകങ്ങൾ ആളുകൾക്ക് വേണമെങ്കിൽ ബാൺസ് ആൻഡ് നോബിൾ സ്റ്റോറിൽ ചെന്നാൽ തത്സമയം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ട് പോകാമായിരുന്നു.
ഇതേ പുസ്തകങ്ങൾ ആമസോണിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ പലപ്പോഴും ഡെലിവറിക്ക് ഒരാഴ്ച വരെ കാലതാമസം വരും. ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ജെഫ് 2 മാർഗ്ഗങ്ങൾ കണ്ടെത്തുന്നു. ഒന്നാമത്തെ പരിഹാരം, ബെസ്റ്റ് സെല്ലിംഗ് ടൈറ്റിൽസ് മാത്രം സ്റ്റോർ ചെയ്യാൻ വേണ്ടി ഡൗൺ ടൗൺ സിയാറ്റിലിൽ ഏതാണ്ട് 1,00,000 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു കമേഴ്ഷ്യൽ സ്റ്റോറേജ് ഏരിയ വാടകയ്ക്ക് എടുക്കുന്നു. അതിനു പുറമെ ഡെലവെയറിൽ പുതിയൊരു ഗോഡൌണും ആമസോൺ കൊണ്ടുവരുന്നു. ഈ 2 ഫെസിലിറ്റികൾ വന്നതോടെ ആമസോൺ വെബ്സൈറ്റിലൂടെ എടുക്കുന്ന ഓർഡറുകളിൽ 95% സെയിം ഡേ ഷിപ്പിംഗ് മോഡിലേക്ക് മാറുന്നു. ഈ ഒരു ഘട്ടത്തിൽ തന്നെ ജെഫ് ബെസോസ് കാര്യമായ ഹയറിംഗ് നടത്തുന്നുണ്ട്. ഫെഡെക്സ്, ഡെസ്കോ, ബാർൺസ് ആൻഡ് നോബിൾ തുടങ്ങിയ പ്രധാന കമ്പനികളിൽ നിന്നെല്ലാം ടോപ്പ് എക്സിക്യൂട്ടീവ്സ് ഇക്കാലത്ത് ആമസോണിലെത്തുന്നു. തൊട്ടപ്പുറത്ത് കിടന്ന മൈക്രോസോഫ്റ്റിൽ നിന്ന് വരെ ഡേവിഡ് റിഷർ എന്നൊരു ടോപ്പ് എക്സിക്യൂട്ടീവിനെ ജെഫ് ബെസോസ് ഹയർ ചെയ്യുന്നു. താൻ പേപ്പർ ഇടുകയാണെന്ന വിവരം റിഷർ തൻ്റെ ബോസായിട്ടുള്ള ബിൽ ഗേറ്റ്സിനെ അറിയിച്ചപ്പോൾ ഗേറ്റ്സ് സത്യത്തിൽ ഞെട്ടിപ്പോകുന്നു. ഇൻ്റർനെറ്റിൻ്റെ ശക്തിയാണെന്ന് ഗേറ്റ്സ് പോലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു എന്നതാണ് വാസ്തവം. ഈ ആമസോൺ എന്ന കമ്പനി അധികം വൈകാതെ പൂട്ടിപ്പോകുമെന്നും റിഷറിന് മൈക്രോസോഫ്റ്റ് വിടാനുള്ള തൻ്റെ തീരുമാനത്തിൽ പശ്ചാത്തപിക്കേണ്ടി വരും എന്നുമായിരുന്നു അന്ന് ഗേറ്റ്സ് പറഞ്ഞത്. ഈ ഹയറിങ്ങളുടെ കൂട്ടത്തിലാണ് ജോയ് കോവി ആമസോണിൻ്റെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായിട്ട് സ്ഥാനമേൽക്കുന്നത്. കോവിയാണ് ജെഫിന് ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് അഥവാ IPO എന്ന ആശയം പരിചയപ്പെടുത്തുന്നത്. ഒരു പ്രൈവറ്റ് കമ്പനി പബ്ലിക് ആവുകയാണെങ്കിൽ കമ്പനിക്ക് അതിൻ്റെ തുടക്കമെന്ന മട്ടിൽ മില്യൺ കണക്കിന് ഷെയറുകൾ ഓഹരി വിപണിയിൽ ഇറക്കാം. ആ കമ്പനി വിജയിക്കുമെന്ന് നിക്ഷേപകർക്ക് തോന്നുകയാണെങ്കിൽ IPO ഇറക്കുന്ന അന്ന് തന്നെ ആ ഓഹരി വില ആകാശം മുട്ടാൻ സാധ്യതയുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് കമ്പനിക്ക് മില്യൺ കണക്കിന് ഡോളർ പെട്ടിയിലാക്കാം. ഇങ്ങനെ IPO ഇറക്കുന്നത് ആമസോണിന് നന്നാവുമെന്ന് ജോയ് കോവി ജെഫ് ബെസോസിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നു. ബെസോസ് IPOയുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുന്നു. 1997 മെയ് 12 ആമസോണിൻ്റെ കൊട്ടിഘോഷിക്കപ്പെട്ട IPO ഇറങ്ങാൻ ഇനി 3 ദിവസം മാത്രം. ആ ദിവസം ബാർൺസ് ആൻഡ് നോബിൾ അവരുടെ വെബ്സൈറ്റ് ലോഞ്ച് ചെയ്യുന്നു. ഒപ്പം ഫെഡറൽ കോടതിയിൽ ആമസോണിനെതിരെ ഒരു ലോ സ്യൂട്ടും ഫയൽ ചെയ്യുന്നു. Amazon.com അന്ന് സ്വയം അഡ്വർടൈസ് ചെയ്തിരുന്നത് എർത്ത്സ് ലാർജസ്റ്റ് ബുക്ക് സ്റ്റോർ എന്നായിരുന്നല്ലോ. ലോ സ്യൂട്ടിലെ പ്രധാന ആക്ഷേപം ആമസോൺ ഒരു ബുക്ക് സ്റ്റോറേ അല്ല, വെറും ഒരു ബുക്ക് ബ്രോക്കർ മാത്രമാണ് എന്നതായിരുന്നു. ഈ കേസ് പിന്നീട് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ്റ് പോവുകയായിരുന്നു. എന്തായിരുന്നു ആ സെറ്റിൽമെൻറ്റിലെ ധാരണകളെന്നോ എത്ര പണം അതിൽ ഇൻവോൾവ് ആയിരുന്നുവെന്നോ സംബന്ധിച്ച് യാതൊരു വിവരവും പുറത്തു വന്നിട്ടില്ല. എന്തായാലും ആമസോൺ പിന്നീട് അങ്ങോട്ടും എർത്ത്സ് ലാർജസ്റ്റ് ബുക്ക് സ്റ്റോർ എന്ന തങ്ങളുടെ ക്ലെയിം തുടർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. ബാർൺസ് ആൻഡ് നോബിളിൻ്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ കാര്യമായിട്ടുള്ള ആക്രമണം ഉണ്ടായിരുന്നിട്ടും ആമസോൺ IPO പ്ലാൻ കൃത്യമായി തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഷെയർ ഒന്നിന് $18 നിരക്കിൽ ലോഞ്ച് ചെയ്ത IPO അന്നേ ദിവസം മാർക്കറ്റ് ക്ലോസ് ആയപ്പോഴേക്കും $23 വരെ പോകുന്നുണ്ട്. ഒറ്റ ദിവസം കൊണ്ട് ആമസോൺ ഈ IPOയിലൂടെ മാത്രം നേടിയത് $54 മില്യൺ ആസ്തിയാണ്. IPO പുറത്തു വന്നതിൻ്റെ ഊർജ്ജത്തിൽ ആമസോണിൻ്റെ വിപണി മൂല്യം $429 മില്യൺ ഉയരുന്നു. അതോടെ ആമസോൺ ഒരു പ്രീമിയർ ഇ-കൊമേഴ്സ് വെബ്സൈറ്റ് ആയിട്ട് മാറുന്നു. തുടങ്ങി 2 വർഷത്തിനുള്ളിൽ തന്നെ അത് വലിയ റെപ്യൂട്ടേഷൻ ഉള്ള ഒരു ബ്രാൻഡ് നെയിമായും വളരുന്നു. ആമസോണിൻ്റെ റവന്യൂ ഗ്രോത്ത് ആരെയും അതിശയിപ്പിക്കുന്ന ഒന്നായിരുന്നു. ചുരുക്കത്തിൽ ജെഫ് ബെസോസിൻ്റെ ആമസോൺ കമ്പനി ആളുകൾ നോക്കി നിൽക്കെ ഒരു ഇൻ്റർനെറ്റ് സ്റ്റാറായി മാറുന്നു. IPO ഇറങ്ങിയ ദിവസം ബെസോസ് ന്യൂയോർക്കിൽ നിന്ന് ആമസോണിൻ്റെ എല്ലാ ഓഫീസുകളിലേക്കും കോൾ ചെയ്യുന്നു. ആമസോണിലെ ജീവനക്കാരിൽ പലരും അന്ന് ആമസോണിൻ്റെ ഓഹരി ഉടമകൾ കൂടിയായിരുന്നു. 1000-ൽ കൂടുതൽ ഷെയറുള്ളവർ വരെ അന്ന് അവിടെ ജോലി ചെയ്തിരുന്നു. അവരോട് ഒരൊറ്റ കാര്യമേ ജെഫിന് പറയാനുണ്ടായിരുന്നുള്ളൂ. ഓഹരി വിപണിയിലെ വില കണ്ടും അതിലെ കയറ്റം കൊണ്ടുണ്ടായിരിക്കുന്ന സാമ്പത്തിക ലാഭം കണ്ടും ആരും മറന്നു പോകരുത്. ജോലിയിൽ ഫോക്കസ് ചെയ്യുക. കസ്റ്റമേഴ്സിന് കിട്ടേണ്ട സേവനങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക. ജെഫിൻ്റെ കോൾ കഴിഞ്ഞതിന് പിന്നാലെ ആ ഓഫീസുകളിൽ ബിയർ വിതരണം ചെയ്യപ്പെടുന്നു. 1-2 ബിയർ അകത്താക്കി സന്തോഷം പങ്കിട്ടുകൊണ്ട് ആമസോൺ ജീവനക്കാരെല്ലാവരും പതിവ് പോലെ തിരികെ ജോലികളിലേക്ക് മടങ്ങി പോവുകയും ചെയ്യുന്നു. ആമസോൺ IPO ഇറങ്ങിയതിന് പിന്നാലെ കമ്പനിയിലെ മേജർ ഷെയർ ഹോൾഡേഴ്സ് ആയിരുന്ന ബെസോസും അച്ഛനമ്മമാരുമൊക്കെ രായ്ക്കുരാമാനം ശതകോടീശ്വരന്മാരായി. 1997 അവസാനത്തോടെ ഓഹരി ഉടമകൾക്ക് അയച്ച കത്തിൽ ജെഫ് ബെസോസ് ഇങ്ങനെ എഴുതി: കമ്പനിയുടെ മൂല്യത്തിൽ 838% വർധനവുണ്ടായിരിക്കുന്നു. ഇത് ഇൻ്റർനെറ്റിലെ നമ്മുടെ ഡേ 1 ആണ്. ഇനി അങ്ങോട്ടുള്ള കമ്പനിയുടെ ഓരോ തീരുമാനവും ഷോർട്ട് ടേം പ്രോഫിറ്റിലുപരി ലോങ് ടേം ഗ്രോത്ത് ലക്ഷ്യമിട്ടുള്ളതാവുമെന്നും അതേ കത്തിൽ അദ്ദേഹം ഓഹരി ഉടമകളെ ബോധിപ്പിക്കുന്നുണ്ട്. കമ്പനിയുടെ ഓഹരികൾക്ക് വീണ്ടും വളർച്ചയുണ്ടായി. 1998 ആയപ്പോഴേക്കും ഓഹരി ഒന്നിന് $105 വില. കമ്പനിയുടെ വാല്യൂഷൻ അപ്പോഴേക്കും $5 ബില്യൺ കടന്നിരുന്നു. 1999 ജനുവരി പകുതിയോടെ അത് 9 ബില്യണും താണ്ടി മുന്നോട്ട് കുതിച്ചു. വെറും 4 വർഷം കൊണ്ടുണ്ടായ ഈ വമ്പിച്ച വിജയം ജെഫ് ബെസോസിനെ ഒരു സൂപ്പർ സ്റ്റാർ ബിസിനസ് ടൈക്കൂണാക്കി മാറ്റി. ലോകമെമ്പാടുമുള്ള പത്രങ്ങളും മാസികകളും അദ്ദേഹത്തെ കവർ പേജിൽ അച്ചടിക്കാൻ മത്സരിച്ചു. ഏതാണ്ട് എല്ലാ ലേഖനങ്ങളിലും ബെസോസിൻ്റെ പൊട്ടിച്ചിരിയെക്കുറിച്ചുള്ള പരാമർശമുണ്ടായിരുന്നു. അതിനെ അവർ കണ്ടത് ആമസോൺ എന്ന വ്യവസായ സ്ഥാപനം നേടിയ വിജയത്തിൻ്റെ തിളങ്ങുന്ന പ്രതീകമായിട്ട് കൂടിയാണ്.
ഒന്നുമില്ലായ്മയിൽ നിന്ന് ആരംഭിച്ച ബെസോസ് അന്നോളം വിപണിയിലുണ്ടായിരുന്ന സകല മാർക്കറ്റിംഗ് കൺവെൻഷനുകളെയും കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തൻ്റെതായ വഴിവെട്ടിയാണ് മുന്നോട്ട് പോയത്. ഇ കൊമേഴ്സ് മേഖലയിൽ ആ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ Amazon.com ഉണ്ടാക്കിയ ഡിസ്റപ്ഷൻ വളരെ വലുതായിരുന്നു. മുന്നിൽ വരുന്നത് സന്തോഷമായാലും സങ്കടമായാലും ഫ്രസ്ട്രേഷൻ ആയാലും ബെസോസിൻ്റെ ഡിഫൻസ് മെക്കാനിസം അദ്ദേഹത്തിൻ്റെ തുറന്ന പൊട്ടിച്ചിരി തന്നെയായിരുന്നു. ചിരിച്ചില്ലെങ്കിൽ കരയണം, അതുകൊണ്ട് ചിരിക്കുന്നു എന്നായിരുന്നു അന്ന് തൻ്റെ ചിരിയെപ്പറ്റി ജെഫ് പറഞ്ഞു വെച്ച മറ്റൊരു ജെഫിസം. ബാൺസ് ആൻഡ് നോബിൾ അന്ന് ആമസോണിനെ തകർക്കാൻ വേണ്ടി കച്ചയും മുറുക്കി ഇറങ്ങിയെങ്കിലും വെബ്സൈറ്റ് തുടങ്ങുക വഴി അത് ചെന്നിറങ്ങിയത് വല്ലാത്തൊരു ചതുപ്പിലേക്കാണ്. ഓർഡറുകൾ ഇങ്ങനെ വന്ന് കുമിഞ്ഞു കൂടിയപ്പോൾ ഡെലിവറിയിൽ വേണ്ടത്ര ശ്രദ്ധിക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ അവർക്കൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ അവരുടെ ഡെലിവറികൾ വൈകാൻ തുടങ്ങി. കസ്റ്റമേഴ്സിൻ്റെ പരാതികളും കുന്നുകൂടി. എന്നാൽ ഈ പ്രതിസന്ധികളെല്ലാം നേരത്തെ തന്നെ നേരിട്ട് അതിനുള്ള പ്രതിവിധികൾ പ്രയോഗത്തിൽ വരുത്തിയിരുന്ന ആമസോണിന് മുന്നിൽ ചുരുക്കത്തിൽ ബാൺസ് ആൻഡ് നോബിളിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ബാൺസ് ആൻഡ് നോബിളിനെ പോലെ ഒരു പരമ്പരാഗത ബിസിനസ് ഹൗസിന് ആമസോണിൽ നിന്ന് നേരിടേണ്ടി വന്ന തിരിച്ചടി സൂചിപ്പിക്കാൻ വേണ്ടി അന്ന് പത്രങ്ങളിലെ ഫിനാൻസ് ബീറ്റുകാർ ഗെറ്റിംഗ് ആമസോൺഡ് എന്നൊരു പ്രയോഗം പോലും ഉണ്ടാക്കി. ബാൺസ് ആൻഡ് നോബിളിൻ്റെ ഭാഗത്തുനിന്ന് ഭീഷണി അടങ്ങിയെങ്കിലും ആമസോണിന് മുന്നിൽ അതിൻ്റേതായിട്ടുള്ള പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും വേറെയും ഉണ്ടായിരുന്നു. അക്കൂട്ടത്തിൽ പ്രധാനപ്പെട്ട ഒരു ഇഷ്യൂ പോകെ അമേരിക്കക്കാർക്ക് പുസ്തകങ്ങൾ വാങ്ങുന്നതിലുണ്ടായിരുന്ന വൈക്ലഭ്യമാണ്. 1998 ഒരു ആമസോൺ എക്സിക്യൂട്ടീവ് നടത്തിയ സർവേയിൽ പറഞ്ഞത് നിലവിലെ കൺസ്യൂമർമാരിൽ വലിയൊരു വിഭാഗവും അധികം വൈകാതെ തന്നെ ആമസോൺ സർവീസുകൾ ഉപയോഗിക്കാതെയാകും എന്നാണ്. വായന കുറഞ്ഞു വന്നിരുന്നതുകൊണ്ട് ആമസോൺ വെബ്സൈറ്റിലേക്കുള്ള ട്രാഫിക് കുറയുമെന്നും ആ സർവേ പ്രവചിച്ചു. ഇങ്ങനൊരു ബാഡ് ന്യൂസ് വന്നതോടെ ജെഫ് ബെസോസ് ചെയ്യുന്നത് പ്രശ്നപരിഹാരാർത്ഥം ഒരു പുതിയ സ്വാറ്റ് ടീമിനെ ലോഞ്ച് ചെയ്യുകയാണ്. ഹാർവാർഡിൽ നിന്ന് പഠിച്ചിറങ്ങിയ യുവതുർക്കികളായിരുന്നു അന്നത്തെ ആ ടീമിനെ നയിക്കുന്നത്. റീറ്റെയിലർമാരുടെ ഷെൽഫുകളിൽ സൂക്ഷിക്കാൻ പാടില്ല, എന്നാൽ അതേസമയം പാർസലായിട്ട് അയക്കാൻ എളുപ്പമുള്ള പ്രൊഡക്റ്റുകൾ ഏതൊക്കെയാണ് എന്ന് ഈ ടീം ഒരു സ്റ്റഡി നടത്തി. അന്ന് ഈ ടീം നടത്തിയ ഒരു സുപ്രധാന കണ്ടുപിടുത്തം അന്നത്തെ ലക്ഷക്കണക്കിന് മ്യൂസിക് ആൻഡ് വീഡിയോ ടൈറ്റിലുകൾക്ക് അവയുടെ റെക്കോർഡുകൾക്ക് ആവശ്യക്കാരുണ്ട് എന്നതായിരുന്നു. എന്നാൽ വളരെ കുറച്ചു മാത്രമേ അത് ട്രഡീഷണൽ സ്റ്റോർ ഷെൽഫുകളിൽ അന്ന് ലഭ്യമായിരുന്നുള്ളൂ. ഇന്നത്തെ പോലെ സ്ട്രീമിങ്ങിനെ പറ്റിയ ഇൻ്റർനെറ്റ് സ്പീഡൊന്നും ഇല്ലാത്ത കാലമാണ്. ജനം വില കൊടുത്ത് കാസറ്റുകൾ തന്നെ വാങ്ങിച്ചിരുന്ന കാലം. സ്വാറ്റ് ടീമിൻ്റെ കണ്ടെത്തലിന് പിന്നാലെ Amazon.comൽ ബെസോസ് ആദ്യം മ്യൂസിക് CD കളും പിന്നാലെ സിനിമാ CD കളും വിറ്റഴിക്കാൻ തുടങ്ങി. അതോടെ ആമസോൺ വെബ്സൈറ്റിൻ്റെ ലോഗോയും എർത്ത് ലാർജസ്റ്റ് ബുക്ക് സ്റ്റോർ എന്നത് മാറി ബുക്സ് മ്യൂസിക് ആൻഡ് മോർ എന്നായി. അധികം വൈകാതെ തന്നെ അത് എർത്ത്സ് ബിഗ്ഗസ്റ്റ് സെലക്ഷൻ എന്നും മാറുന്നു. ഒരു സാധാരണ മ്യൂസിക് അല്ലെങ്കിൽ വീഡിയോ സ്റ്റോറിൽ പോയാൽ ഏറി വന്നാൽ 500-1000 ടൈറ്റിൽസിൻ്റെ ചോയ്സാണ് നിങ്ങൾക്ക് ഉണ്ടായിരുന്നത് എങ്കിൽ ആമസോൺ മ്യൂസിക് ഒറ്റയടിക്ക് കസ്റ്റമേഴ്സിന് മുന്നിൽ എത്തിച്ചത് 1.25 ലക്ഷം ടൈറ്റിലുകളിൽ ഏത് വേണമെങ്കിലും തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനാണ്. നേരത്തെ ബുക്സിൻ്റെ കാര്യത്തിൽ പിന്തുടർന്ന അതേ വമ്പിച്ച വിലക്കിഴിവിൻ്റെ സ്ട്രാറ്റജി ആമസോൺ ഇത്തവണയും പരീക്ഷിച്ചു. ഇതിനൊക്കെ പുറമെ ആമസോൺ മ്യൂസിക് ഇൻഡസ്ട്രിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് പുതിയൊരു ഫീച്ചർ അവതരിപ്പിച്ചു. ഒരു മ്യൂസിക് ആൽബത്തിൻ്റെ CD വാങ്ങിക്കുന്നതിന് മുമ്പായിട്ട് കസ്റ്റമേഴ്സിന് ആ ആൽബത്തിലെ ഓരോ പാട്ടിൻ്റെയും തുടക്കത്തിലെ നിശ്ചിത സെക്കൻഡുകൾ അടങ്ങുന്ന ഒരു സാമ്പിൾ ഓഡിയോ ഫയൽ കേട്ടിട്ട് വേണമെങ്കിൽ വാങ്ങിച്ചാൽ മതി. ഇങ്ങനെ പലവിധ പുതുപുത്തൻ ടെക്നോളജിക്കൽ ഫീച്ചറുകളുടെയും സഹായത്തോടെ മ്യൂസിക് സെയിൽസ് ഇൻഡസ്ട്രിയിൽ അന്ന് 1ാം സ്ഥാനത്തായിരുന്ന CD നൗവിനെ ആമസോൺ വെറും 4 മാസത്തിനുള്ളിൽ മലത്തിയടിക്കുന്നു. $14 മില്യൺ വില വരുന്ന മ്യൂസിക് CDകളാണ് ആമസോൺ ഈ 4 മാസത്തിനിടയ്ക്ക് വിറ്റഴിക്കുന്നത്. 1999 ആയപ്പോഴേക്കും ആമസോൺ വെബ്സൈറ്റ് വഴി വാങ്ങിക്കാവുന്ന ഉൽപ്പന്നങ്ങൾ പലതായി. ഇലക്ട്രോണിക്സ്, സോഫ്റ്റ്വെയർ, ഗെയിംസ്, സ്പോർട്സ് ഗുഡ്സ് എന്ന് തുടങ്ങി ഗ്രീറ്റിംഗ് കാർഡ്സ് വരെ അന്ന് ആമസോണിൻ്റെ ഷെൽഫിൽ വന്നു. 1999 വിൽപ്പന കഴിഞ്ഞ വർഷത്തിന് ഏതാണ്ട് ഇരട്ടിയോളമായിരുന്നു. 30 ലക്ഷത്തോളം കസ്റ്റമേഴ്സാണ് ആ ഒരൊറ്റ കൊല്ലം കൊണ്ട് മാത്രം ആമസോണിലേക്ക് പുതുതായിട്ട് വന്നത്. ആ കൊല്ലത്തെ ആമസോൺ രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സിൻ്റെ എണ്ണം അതോടെ 2 കോടി കടന്നു. അതിനൊക്കെ വർധനവ് ആമസോണിൻ്റെ ജീവനക്കാരുടെ എണ്ണത്തിലും അന്നുണ്ടാവുന്നു. 99 തുടക്കത്തിലുണ്ടായിരുന്ന 1500-ൽ നിന്ന് 99 അവസാനത്തോടെ അത് 7500-ലേക്ക് എത്തി. അക്കൊല്ലം ടൈം മാഗസിൻ്റെ പേഴ്സൺ ഓഫ് ദ ഇയർ ആയും ജെഫ് ബെസോസ് തിരഞ്ഞെടുക്കപ്പെടുന്നു. ആ ലക്കം ജെഫിനെ വിശേഷിപ്പിച്ചത് കിങ് ഓഫ് സൈബർ കൊമേഴ്സ് എന്നാണ്. 2000-ൽ ജെഫ് കമ്പനിക്ക് പുതിയൊരു ലോഗോ അവതരിപ്പിച്ചു. A മുതൽ Z വരെ നീളുന്ന സ്മൈലി പോലെയുള്ള ഒരു ആരോ, അതായിരുന്നു പുതിയ ലോഗോ. A to Z എല്ലാ സാധനങ്ങളും ആമസോണിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും എന്നതായിരുന്നു ആ ലോഗോ കൊണ്ട് ജെഫ് ഉദ്ദേശിച്ചത്. ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങൾ പലതും ഉണ്ടാകുമ്പോഴും ആമസോണിൽ പ്രശ്നങ്ങൾക്ക് അറുതി ഉണ്ടായിരുന്നില്ല. 99-ൽ മാത്രം കമ്പനി രേഖപ്പെടുത്തിയ നഷ്ടം $7.2 കോടി ആയിരുന്നു. ആ വർഷം ബാലൻസ് ഷീറ്റ് ക്ലോസ് ചെയ്തപ്പോൾ ആകെ നഷ്ടം $200 കോടി. അന്ന് ആമസോണിൽ എഞ്ചിനീയറായിരുന്ന ജീൻ പോപ്പ് ആമസോണിനെ കുറിച്ച് നടത്തിയ പ്രസിദ്ധമായിട്ടുള്ളൊരു പരാമർശം ഇങ്ങനെയാണ്: നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭീമാകാരമായിട്ടുള്ളൊരു റോക്കറ്റ് ഷിപ്പ് ഉണ്ടാക്കി അത് സ്റ്റാർട്ടാക്കുകയാണ്. ഒന്നുകിൽ ഇത് നേരെ അങ്ങ് ചന്ദ്രൻ വരെ കുതിച്ചു പോകും, ഇല്ലെങ്കിൽ വെടിച്ച് ചിതറി ഇരിക്കുന്നിടത്ത് വലിയൊരു ഗർത്തം തന്നെ അത് അവശേഷിപ്പിക്കും.
അന്നത്തെ അറിയപ്പെടുന്ന ഒരു ഫിനാൻഷ്യൽ മാസികയായിട്ടുള്ള ബാരൻസ് അന്ന് എഞ്ചിനീയറായിട്ടുള്ള ജീൻ പോപ്പിൻ്റെ വാക്കുകളെ എടുത്ത് ആഘോഷിക്കുകയും ആമസോൺ കമ്പനിയെ Amazon.bomb എന്ന് കളിയാക്കി വിളിക്കുകയും ചെയ്തു. അക്കാലത്ത് സിലിക്കൺ വാലിയിലെ പല കമ്പനികളും ബാലൻസ് ഷീറ്റിൽ നഷ്ടത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയും ആ കമ്പനികൾക്ക് വീണ്ടും വീണ്ടും ഹൈ വാല്യൂ ഇവാലുവേഷൻസ് കിട്ടിക്കൊണ്ടിരുന്നു. ഈ ടെക് കമ്പനികൾ എന്തെങ്കിലുമൊക്കെ ലാഭത്തിലാകും എന്നുള്ള ഏറെക്കുറെ അന്ധമെന്ന് തന്നെ പറയാവുന്ന വിശ്വാസവും പ്രതീതിയുമായിരുന്നു അന്നത്തെ ആ ഒരു ട്രെൻഡിനു പിന്നിൽ. പലരും അന്ന് അതിനെ വിളിച്ചത് .com ബബിൾ എന്നാണ്. ഈ .com ബബിൾ അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തുന്നത് 2000 മാർച്ച് 10 നാസ്ഡാക്ക് സൂചിക 5048 എന്ന അതിൻ്റെ ഓൾ ടൈം ബെസ്റ്റ് ക്ലോസിങ്ങിൽ എത്തുമ്പോഴാണ്. അതിനു പിന്നാലെ ഓഹരി ഉടമകളിൽ നല്ലൊരു വിഭാഗത്തിനും ഈ ടെക് കമ്പനികളുടെ പെർഫോമൻസിൽ സംശയം തോന്നുകയും മാസീവായിട്ടുള്ളൊരു സെല്ലിംഗ് സ്പ്രീയിലേക്ക് ഓഹരി വിപണി കൂപ്പുകുത്തുകയും ചെയ്തു. ഈ വീഴ്ചയിൽ നിന്ന് കരകയറാൻ അന്ന് പല വെബ്സൈറ്റുകൾക്കും സാധിക്കുന്നില്ല. 1999 $105 വിലമതിച്ചിരുന്ന ആമസോൺ ഓഹരി വില 2000 അവസാനത്തോടെ വെറും $15 കൂപ്പുകുത്തി. സ്റ്റോക്ക് വിലയിലുണ്ടായിട്ടുള്ള ഇടിവ് പലർക്കും ലക്ഷക്കണക്കിന് ഡോളറിൻ്റെ ധനനഷ്ടം അന്നുണ്ടാക്കുന്നു. സ്റ്റോക്ക് ഉടമകളായിട്ടുള്ള ജീവനക്കാരിൽ പലരും പരിഭ്രാന്തിയിലായി. ഈ പ്രതിസന്ധി ഘട്ടത്തിലും ജെഫ് ബെസോസ് എന്ന കപ്പിത്താൻ സധൈര്യം നിലകൊണ്ടു. വിഷമസന്ധികളെയെല്ലാം തൻ്റെ പതിവ് പൊട്ടിച്ചിരി കൊണ്ട് അദ്ദേഹം നേരിട്ടു. ഒടുവിൽ ആ വിഷമഘട്ടവും കടന്നുപോയി. 2002 ജനുവരിയിൽ ചരിത്രത്തിൽ ആദ്യമായി Amazon.com ലാഭത്തിലായി. $1 ബില്യൺ ആകെ വിൽപ്പനയിൽ ലാഭം $5 മില്യൺ. ഒരുപാട് കൂടിയ ലാഭമൊന്നും അല്ല എങ്കിലും ഈ നല്ല വാർത്ത വന്നതോടെ ഓഹരി വിപണിയിൽ ആമസോണിൻ്റെ ഷെയറുകൾ ക്ലച്ച് പിടിച്ചു. ഉടനടി 40% കയറ്റമുണ്ടായി അതിൻ്റെ ഓഹരി വിലയിൽ. 2000 ആണ്ടൊക്കെ കഴിഞ്ഞ് പോസ്റ്റ്.com ക്രാഷിന് ശേഷം ആമസോൺ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിലിരിക്കുന്ന കാലത്ത് ബെസോസ് കമ്പനിക്കുള്ളിലെ ഒരു ചെറിയ ലീഡർഷിപ്പ് ഗ്രൂപ്പുമായിട്ട് സിയാറ്റിൽ വെച്ചൊരു മീറ്റിംഗ് നടത്തുന്നു. മീറ്റിങ്ങിനിടെ തൻ്റെ വൈറ്റ് ബോർഡിൽ ജെഫ് ഒരു ചിത്രം വരയ്ക്കുന്നു. ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നില്ല ആ ചിത്രം. അത് വെറും ഒരു വൃത്തം മാത്രമായിരുന്നു. ചില വാചകങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു വട്ടം. ലോവർ പ്രൈസസ്, മോർ കസ്റ്റമർ വിസിറ്റ്സ്, മോർ സെല്ലേഴ്സ്, മോർ സെലക്ഷൻ, ബെറ്റർ കസ്റ്റമർ എക്സ്പീരിയൻസ്, മോർ ട്രാഫിക്, ലോവർ കോസ്റ്റ് സ്ട്രക്ചർ, ലോവർ പ്രൈസ്. ഇതൊക്കെ ആയിരുന്നു ആ സുപ്രധാന വാചകങ്ങൾ. ആ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനെ ജെഫ് വിളിച്ച പേര് ആമസോൺ ഫ്ലൈ വീൽ എന്നാണ്. ബുർച്ച് സൈക്കിൾ എന്നും അത് ഒഫീഷ്യലി അറിയപ്പെട്ടു. അടിസ്ഥാന ആശയം വളരെ ലളിതമായിരുന്നു. ഓരോ ചെറിയ നേട്ടവും അടുത്തതിനുള്ള വഴിമരുന്നാകണം. അങ്ങനെ ഒരാൾക്കും തടുത്തു നിർത്താനാവാത്ത ഒരു മൊമെൻറ്റം ഉണ്ടാക്കിയെടുക്കണം. ഫാക്ടറിയിലെ ഒരു ഹെവി മെറ്റൽ ഫ്ലൈ വീൽ പോലെ. തുടക്കത്തിൽ പുഷ് ചെയ്യാൻ വലിയ പ്രയാസമാണതിന്. പക്ഷെ ഒരിക്കൽ അനങ്ങി തുടങ്ങിയാൽ പിന്നെ അതിനെ പിടിച്ചു നിർത്തുക അസാധ്യമാകും. നമ്മുടെ ജോലി വളരെ സിമ്പിളാണ്. ഈ ഫ്ലൈ വീലിനെ കറക്കി തുടങ്ങുക, പിന്നെ ഓരോ നിമിഷവും കൂടുതൽ വേഗത്തിൽ അതിനെ കറക്കാൻ ശ്രമിക്കുക എന്നാണ് ജെഫ് അന്ന് തൻ്റെ ജീവനക്കാരോട് പറയുന്നത്. ഈ കാര്യത്തിൽ ജെഫ് നേരിട്ട പ്രധാന ചലഞ്ച് ഈ പണി സാധ്യമാണ് എന്ന് ഒരാളും അന്ന് വിശ്വസിച്ചിരുന്നില്ല എന്നതാണ്. 2001 വരെയും ആമസോണിനെ കുറിച്ച് ബിസിനസ് അനലിസ്റ്റുകൾ അത് ഇലക്ട്രോണിക് സാധനങ്ങൾ കൂടി വിൽക്കുന്ന ഒരു ഓൺലൈൻ സ്റ്റോറാണ് എന്ന് മാത്രമാണ് കരുതി വെച്ചിരുന്നത്. ജെഫ് മനസ്സിൽ സങ്കല്പിച്ചതിനേക്കാൾ ഹോസ്റ്റൈൽ ആയിരുന്നു ഓൺ ഗ്രൗണ്ട് ബിസിനസ് ചെയ്യുക. വാൾസ്ട്രീറ്റിന് ബിസിനസ് തിയറികളൊന്നും തന്നെ മനസ്സിലാവില്ല. അവിടെ ഒരൊറ്റ വാക്ക് മാത്രമാണ് റൂൾ ചെയ്യുന്നത്: ലാഭം. സപ്ലൈമാർക്ക് വേണ്ടതോ കൂടിയ കമ്മീഷൻ മാത്രമാണ്. ഇനി കസ്റ്റമേഴ്സിൻ്റെ കാര്യം. അവരിനിയും ഓൺലൈൻ പർച്ചേസിങ്ങിൽ അത്ര കണ്ട് കംഫർട്ടബിൾ അല്ല. ഓൺലൈനായി ക്രെഡിറ്റ് കാർഡ് വിവരങ്ങൾ എൻ്റർ ചെയ്താൽ പണം നഷ്ടപ്പെടുമോ, ഫിഷിങ്ങിന് ഇരയാകുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ അപ്പോഴും അതിൻ്റെ പീക്കിൽ നിൽക്കുന്ന കാലമാണ്. വില വീണ്ടും വീണ്ടും കുറച്ചു കൊണ്ടുവന്നുള്ള ബെസോസിൻ്റെ വിപണന തന്ത്രങ്ങൾക്ക് കമ്പനിക്കുള്ളിൽ നിന്ന് തന്നെ എതിർപ്പുകൾ നേരിടേണ്ടി വന്നു. എന്നാൽ അന്ന് ജെഫ് വളരെ പ്രൊഫറ്റിക് ആയിട്ടുള്ളൊരു കാര്യം പറയുന്നു: ഫ്ലൈ വീൽ കറങ്ങുന്നത് ഒരൊറ്റ ജയന്റ് പുഷ് കൊണ്ടല്ല, ശരിയായ ദിശയിലുള്ള 1000 കുഞ്ഞു പുഷുകൾ ഒരുമിച്ച് വരുമ്പോഴാണ്. കസ്റ്റമർ ആയിരുന്നു ബെസോസിൻ്റെ അൾട്ടിമേറ്റ് പ്രയോറിറ്റി. കസ്റ്റമർ എക്സ്പീരിയൻസ് എന്ന ആംഗിളിൽ നിന്ന് മാത്രമാണ് അയാൾ എന്നും പുതിയ ആശയങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നത്. ബോർഡ് റൂം മീറ്റിങ്ങിൽ പലപ്പോഴും ജെഫ് ഒരു കസേര ഒഴിച്ചിട്ടിരുന്നു. കസ്റ്റമർ ഇൻ ദ റൂം എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സങ്കല്പം. നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, ബാക്കിയെല്ലാം അവർ നോക്കിക്കൊള്ളുമെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ലാഭത്തെക്കാൾ ഉപരിയായി കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനെ കാണാൻ തുടങ്ങിയതാണ് ആമസോൺ ഫ്ലൈ വീലിലെ ആദ്യത്തെ കുഞ്ഞു പുഷ്. രണ്ടാമത്തെ ഫാക്ടർ ഇൻഫ്രാസ്ട്രക്ചർ മെച്ചപ്പെടുത്തിക്കൊണ്ടുള്ള സ്കെയിലിംഗ് അപ്പ് ആയിരുന്നു. 1999 2004 ഇടയ്ക്ക് $100 മില്യൺ ചെലവിട്ട് ബെസോസ് അമേരിക്കയിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ആമസോൺ വെയർ ഹൗസുകൾ സ്ഥാപിച്ചു. ആ ഒരു സ്പെൻഡിനെ അനലിസ്റ്റുകൾ പലരും സംശയത്തോടെയാണ് നോക്കിക്കണ്ടത്. പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നുന്നത് ആമസോൺ വെയർ ഹൗസുകൾ ഉണ്ടാക്കാൻ വേണ്ടി വെറുതെ കാശ് പൊടിക്കുകയാണ് എന്നാണ്. എന്നാൽ പുതുതായി പണി പൂർത്തിയാക്കിയ ഓരോ ഫുൾഫിൽമെൻറ്റ് സെൻറ്ററും ആമസോണിൻ്റെ ഡെലിവറി ടൈമും കോസ്റ്റും കുറച്ചു കൊണ്ടുവന്നു. അത് കസ്റ്റമർ എക്സ്പീരിയൻസിനെ മെച്ചപ്പെടുത്തി. ഫ്ലൈ വീലിലെ അടുത്ത പുഷ്. എന്തുകൊണ്ട് നമുക്കും മറ്റുള്ളവരെ പോലെ ഷിപ്പിംഗ് ഔട്ട്സോഴ്സ് ചെയ്തുകൂടാ എന്ന് ഒരിക്കൽ ആരോ ജെഫിനോട് ചോദിക്കുന്നുണ്ട്. അതിന് ജെഫ് കൊടുക്കുന്ന മറുപടി: നമുക്ക് പകരം മറ്റാരെങ്കിലും കസ്റ്റമർ എക്സ്പീരിയൻസ് ഹാൻഡിൽ ചെയ്യാൻ തുടങ്ങുന്ന നിമിഷം നമ്മുടെ ഫ്ലൈ വീൽ നമ്മുടെ കൈവിട്ട് പോകും എന്നാണ്.
ഇന്ന് ആമസോണിന് 100 കണക്കിന് ലോജിസ്റ്റിക് ഹബ്ബുകളും 40-ലധികം കാർഗോ വിമാനങ്ങളും ഡസൻ കണക്കിന് സ്വന്തം ഡെലിവറി വാനുകളും ഒക്കെയുണ്ട്. ഇതൊക്കെയും ഷിപ്പിംഗ് എന്ന പ്രോസസ്സിൽ നിയന്ത്രണം സ്വന്തം കയ്യിൽ വെക്കാനും ഇഷ്ടാനുസരണം സ്കെയിലപ്പ് ചെയ്യാനുമുള്ള ജെഫിന്റെ ത്വരയുടെ പേരിലാണ്. മൂന്നാമത്തെ ഫ്ലൈവീൽ പുഷ് പ്രൈസിങ്ങിൽ ബെസോസ് കാണിച്ചിട്ടുള്ള ഉദാരതയാണ്. ഓരോ തവണ ഇൻഫ്രാ പുഷ് കൊടുക്കുമ്പോഴും അത് പലതരത്തിലുള്ള അഡ്വാൻറ്റേജുകളായിട്ട് ബെസോസിന് തന്നെ തിരികെ കിട്ടിയിരുന്നു. എന്നാൽ ചെലവിൽ വന്ന കുറവുകൾ ഒരിക്കലും കൊള്ളലാഭമാക്കി മാറ്റി പോക്കറ്റിലിടാൻ ജെഫ് ശ്രമിച്ചിട്ടില്ല. അതൊക്കെയും അയാൾ വിലക്കിഴിവുകളാക്കി മാറ്റി കസ്റ്റമർക്ക് തന്നെ വെച്ച് നീട്ടുന്നു. അങ്ങനെ ഒരു പ്രൈസ് വാർ ആമസോൺ തുടങ്ങി വെച്ചത് അന്ന് ആമസോണിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്ന വോൾമാർട്ട് അടക്കമുള്ളവരെ വല്ലാതെ പിടിച്ചുലയ്ക്കുന്നുണ്ട്. വോൾമാർട്ട് ഒരിക്കൽ അതിന്റെ പേരിൽ ആമസോണിന് മത്സരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എങ്കിലും നടക്കില്ല എന്ന് കണ്ട് പിന്മാറുകയായിരുന്നു. കാരണം ആമസോണിന്റെ കോസ്റ്റ് സ്ട്രക്ചർ ഒരു സെൽഫ് റീഇൻഫോഴ്സിംഗ് ലൂപ്പ് ആയിരുന്നു. അതായത് വെബ്സൈറ്റിൽ സാധനങ്ങൾക്ക് വില കുറയുമ്പോൾ കസ്റ്റമർമാർ ഇടിച്ചു കയറും. കൂടുതൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ലാഭം കൂടും. അപ്പോൾ വില വീണ്ടും കുറയും. അതായിരുന്നു ഫ്ലൈവീലിലെ മൂന്നാമത്തെ പുഷ്. നാലാമത്തേത് മാർക്കറ്റ് പ്ലേസ് ഓപ്പൺ ആക്കി വെച്ചുകൊണ്ട് ബെസോസ് നടത്തിയ ഒരു ബോൾഡ് മൂവാണ്. 2000-ൽ അദ്ദേഹം തൻ്റെ ബിസിനസ് ജീവിതത്തിലെ ഏറ്റവും ധീരമായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടു. Amazon.comനെ അദ്ദേഹം തേർഡ് പാർട്ടി വെണ്ടർമാർക്ക് ഇഷ്ടാനുസരണം വ്യാപാരം നടത്താനുള്ള ഒരു പ്ലാറ്റ്ഫോമായി തുറന്നു കൊടുത്തു. അതോടെ ഏത് റീറ്റെയിലറിന് വേണമെങ്കിലും ആമസോണിന്റെ സൈറ്റിൽ കൊണ്ടുവച്ച് അവരുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാം എന്നായി. അന്ന് അങ്ങനെ ഒരു സങ്കല്പം ഇ കൊമേഴ്സ് മേഖലയിലെന്നല്ല എവിടെയും ആരും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അല്ലെങ്കിലും ആരാണ് ബിസിനസ്സിൽ കൂടെ മത്സരിക്കുന്നവർക്ക് സ്വന്തം സ്ഥാപനത്തിൽ ഇരുന്ന് കച്ചവടം നടത്താൻ ഇടം കൊടുക്കുക? എന്നാൽ ഇക്കാര്യത്തിൽ ബെസോസിന്റെ ആലോചന കുറെ കൂടി ഫ്യൂച്ചറിസ്റ്റിക് ആയിരുന്നു. കൂടുതൽ സെല്ലേഴ്സ് വന്നാൽ കൂടുതൽ സെലക്ഷൻ ഉണ്ടാവും. സൈറ്റിൽ കൂടുതൽ സെലക്ഷൻ ഉണ്ടെന്ന് കണ്ടാൽ കൂടുതൽ കസ്റ്റമേഴ്സ് വരും. കൂടുതൽ കസ്റ്റമേഴ്സ് വന്നാൽ കൂടുതൽ സെല്ലേഴ്സ് പ്ലാറ്റ്ഫോം തേടിയെത്തും. ഫ്ലൈവീൽ കൂടുതൽ വേഗത്തിൽ കറങ്ങി തുടങ്ങും. ബെസോസിന്റെ ആലോചന ശരിയായ ദിശയിലായിരുന്നുവെന്ന് പിന്നീട് കാലം തെളിയിച്ചു. ഇന്ന് Amazon.comൽ നടക്കുന്ന വിൽപ്പനയിൽ 60% തേർഡ് പാർട്ടി വെൻഡേഴ്സ് വഴിക്കാണ്. ഓരോ തവണ സെയിൽ നടക്കുമ്പോഴും അതിൽ നിന്ന് ആമസോണിന് കമ്മീഷൻ കിട്ടും, ലോജിസ്റ്റിക്സിനുള്ള ഫീയും കിട്ടും. ഓരോ ട്രാൻസാക്ഷനും ഇൻവാല്യൂബിൾ ആയിട്ടുള്ള കസ്റ്റമർ ഡാറ്റ കൂടിയാണ് കമ്പനിക്ക് കൊടുക്കുന്നത്. അതായിരുന്നു ഫ്ലൈവീലിന് കിട്ടിയ അടുത്ത പുഷ്. ഏതൊരു കമ്പനിയും മികച്ച രീതിയിൽ നടക്കുന്നതിന് പിന്നിൽ അതിലെ ഓപ്പറേഷണൽ അച്ചടക്കത്തിന് വലിയ പങ്കുണ്ട്. അവിടെയാണ് ജെഫ് വിൽക്ക് എന്ന ആമസോണിന്റെ ഓപ്പറേഷണൽ ജീനിയസിന്റെ റോൾ. ഫ്ലൈവീൽ എന്ന ആശയം കൊണ്ടുവന്നുകൊണ്ട് മാത്രം കാര്യമില്ല, അത് എക്സിക്യൂഷനിൽ അത്രമേൽ ലോഡ് ഇടുന്ന ഒന്നാണ്. ആ ഫ്ലൈവീലിന്റെ ഓരോ ആരക്കാലും കൃത്യമായ ഇൻഡസ്ട്രിയൽ ഡിസിപ്ലിൻ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പിക്കുന്നത് വിൽക്കാണ്. എത്ര വേഗത്തിലാണ് പ്രൊഡക്റ്റുകൾ ഷിപ്പ് ചെയ്യപ്പെടുന്നത്, എത്ര ഐറ്റങ്ങൾ റിട്ടേൺ വന്നിട്ടുണ്ട്, എത്ര ഡൗൺ ടൈമാണ് ഓരോ വെയർഹൗസിലും ഉണ്ടാകുന്നത്, കസ്റ്റമറുടെ ഫീഡ്ബാക്ക് എങ്ങനെയാണ് വിൽപ്പനയുടെ വേഗത്തെ സ്വാധീനിക്കുന്നത്, ഇതൊക്കെയും അദ്ദേഹം അളന്നുകുറിച്ച് കണ്ടുപിടിച്ചു. ഏതെങ്കിലും ഒരു ഘടകം ഫ്ലൈവീലിന്റെ വേഗം കുറയ്ക്കുന്നതായിട്ട് കണ്ടാൽ അപ്പോൾ അതിനെ വേഗത്തിലാക്കാൻ വേണ്ട നടപടികൾ കൈക്കൊള്ളുകയും ചെയ്തു. ഓരോ തവണ വിൽപ്പന നടത്തുമ്പോഴും കിട്ടുന്ന ഡാറ്റയെ ആമസോൺ അതിന്റെ സിസ്റ്റം മെച്ചപ്പെടുത്താനുള്ള ക്ലൂ ആയും പ്രയോജനപ്പെടുത്തി. 2005-ൽ ബെസോസ് ആമസോൺ പ്രൈം എന്ന പേരിൽ $79 ആനുവൽ ഫീസോടുകൂടി ഫ്രീ 2-day ഷിപ്പിംഗ് പ്രൊവൈഡ് ചെയ്യുന്ന പുതിയൊരു സർവീസ് ആരംഭിച്ചു. ഈ ഒരു പ്രൊജക്ടിന്റെ എക്കോണമിക് ഫീസിബിലിറ്റിയെ ചൊല്ലി കാര്യമായ അഭിപ്രായ ഭിന്നതകൾ അന്ന് ആമസോണിൽ ഉടലെടുക്കുന്നുണ്ട്. ഫ്രീ ഷിപ്പിങ്ങോ, നിങ്ങൾ അധികം വൈകാതെ ഈ കമ്പനിയെ പാപ്പർ ചൂട്ട് അടുപ്പിക്കുമെന്നായിരുന്നു വാൾസ്ട്രീറ്റിൽ പലരും അന്ന് പറഞ്ഞത്. എന്നാൽ ഇക്കാര്യത്തിൽ ബെസോസിന്റെ പ്രഡിക്ഷൻ ആയിരുന്നു ശരിയെന്ന് പിൽക്കാലത്ത് തെളിഞ്ഞു. ആമസോൺ പ്രൈം കമ്പനിയെ കടത്തിൽ വീഴ്ത്തുകയല്ല ചെയ്തത്. ഏറ്റവും വലിയ ഫ്ലൈവീൽ ടർബോ ചാർജർ ആയിരുന്നു ആമസോൺ പ്രൈം എന്ന ഈ തീരുമാനം. 1000 അന്ന് പ്രൈം മെമ്പർഷിപ്പ് എടുത്തു. അതുപോലെ ഒരാൾക്ക് ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഉണ്ട് എന്നത് അയാൾ ആമസോണിൽ നിന്ന് തന്നെ പർച്ചേസുകൾ നടത്താനുള്ള കാരണവുമായി. ഒരുതരം ലോയൽറ്റി ഫാക്ടറായിട്ട് അത് മാറുന്നു. പല മടങ്ങായിട്ട് വർദ്ധിച്ച ഡെലിവറി വോളിയം പെർ ഡെലിവറി എക്സ്പെൻസുകളെ അതോടെ കുറച്ചു. കൂടുതൽ വേഗത്തിൽ ഡെലിവറികൾ നടക്കാൻ തുടങ്ങിയതോടെ അതിൻ്റെ പേരിലും കസ്റ്റമേഴ്സിൻ്റെ എണ്ണത്തിൽ വർധനവുണ്ടായി. ഈ ഒരു ഘട്ടത്തിലാണ് ആമസോൺ വെബ് സർവീസസ് എന്ന പുതിയ പ്രൊഡക്റ്റിൻ്റെ വരവ്. 21-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലെ ആമസോൺ നെറ്റ്വർക്കിന്, അതായത് കമ്പ്യൂട്ടർ സെർവറുകളുടെയും വെബ്സൈറ്റുകളുടെയും ഡിസ്ട്രിബ്യൂഷൻ പ്രോസസ്സിംഗ് സെൻറ്ററുകളുടെയും ആ ശൃംഖലയ്ക്ക് 99.9% റിലയബിലിറ്റി കൽപ്പിക്കപ്പെട്ടിരുന്നു. തങ്ങൾക്കൊന്നും ഒരു കാലത്തും ആർജിക്കാൻ പറ്റാതിരുന്ന ഈ ഘടകങ്ങളിലെ സ്റ്റെബിലിറ്റിയും കൺസിസ്റ്റൻസിയും ഒക്കെ ആമസോൺ നെറ്റ്വർക്കുകളെ തന്നെ ആശ്രയിക്കാൻ അന്ന് ആമസോണിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിരുന്ന ടാർഗറ്റ്, ടോയ്സ് ആർ എസ്, സർക്യൂട്ട് സിറ്റി തുടങ്ങിയ ബ്രാൻഡുകളെ പ്രേരിപ്പിക്കുന്നു. അങ്ങനെ ആമസോൺ നെറ്റ്വർക്ക് സർവീസസിൽ നടന്ന കൊളാബറേഷൻസ് ആണ് പിന്നീട് ആമസോൺ വെബ് സർവീസസ് എന്ന പേരിൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സേവനങ്ങളുടെ ഉൽപ്പന്നമായിട്ട് മാറുന്നത്. ഇതായിരുന്നു Amazon.comന്റെ അടുത്ത ഉൽപ്പന്നം. പിന്നീട് അങ്ങോട്ട് ആമസോണിന് ഏറ്റവും കൂടുതൽ ലാഭം നൽകിയ പ്രൊഡക്റ്റുകളിലൊന്നും ഈ AWS തന്നെയാണ്. 2011-ലാണ് ആമസോൺ പ്രൈം അതിൻ്റെ അടുത്ത പ്രൊഡക്റ്റായിട്ടുള്ള ആമസോൺ ഇൻസ്റ്റൻറ്റ് വീഡിയോ ആരംഭിക്കുന്നത്. അതോടെ പ്രൈമിൻ്റെ സബ്സ്ക്രൈബർമാർക്ക് 5000-ഓളം ടെലിവിഷൻ ഷോകളിലേക്കും സിനിമകളിലേക്കും ആക്സസ് കിട്ടുന്നു. 2014-ൽ പ്രൈം മ്യൂസിക് കൂടി തുടങ്ങിയതോടെ ആ ആക്സസ് 10 ലക്ഷം പാട്ടുകളുടെ ഓഡിയോയിലേക്കും എത്തുന്നു.
കൃത്യമായ ഡാറ്റ ലഭ്യമല്ല എങ്കിലും 2005 ഏകദേശ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 22 കോടി പേയിങ് മെമ്പേഴ്സ് പ്രൈമിനുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. 2007 ബെസോസ് $359 വിലയിൽ കിൻഡിൽ എന്ന പേരിൽ ഒരു ഇ ബുക്ക് റീഡർ പുറത്തിറക്കുന്നു. അതിനു മുമ്പുള്ള കുറേ വർഷങ്ങളിലായിട്ട് സോണി അടക്കമുള്ള പല ഇലക്ട്രോണിക്സ് കമ്പനികളും ഇ ബുക്ക് റീഡറുകൾ പുറത്തിറക്കിയിരുന്നുവെങ്കിലും ഒന്നിനും പബ്ലിക്കിനെ സ്വാധീനിക്കാൻ സാധിച്ചിരുന്നില്ല. ആമസോൺ കിൻഡിൽ പക്ഷേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിരുന്നു. ഈ പഴയ കമ്പനികളുടെയൊക്കെ ഇ റീഡർമാർ പ്രിമിറ്റീവ് ടാബ്ലറ്റ് കമ്പ്യൂട്ടറുകളെ പോലെ തന്നെ ഇരുന്നപ്പോൾ കിൻഡിൽ അതിൻ്റെ ബാക്ക്ലൈറ്റ് സ്ക്രീനിൻ്റെ അഭാവം കൊണ്ട് വേറിട്ടിരുന്നു. അതിൻ്റെ പേറ്റന്റഡ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് സ്ക്രീൻ കാഴ്ചയിൽ പുസ്തകത്താളുകൾ പോലെ തന്നെ ഇരുന്നു. കഷ്ടിച്ച് 1/4 കിലോ മാത്രം ഭാരമുണ്ടായിരുന്ന ഒരു ആമസോൺ കിൻഡിലിനുള്ളിൽ ഏതാണ്ട് 200ഓളം പുസ്തകങ്ങൾ ഒതുങ്ങുമായിരുന്നു. വൈഫൈ വഴിക്ക് ഇൻ്റർനെറ്റ് കണക്ഷനുള്ളവർക്ക് ആമസോണിൽ നിന്ന് ഈ ഡിവൈസ് ഉപയോഗിച്ച് നേരിട്ട് പുസ്തകങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. വേണമെങ്കിൽ പത്രങ്ങളും മാസികകളും വായിക്കാനാവുമായിരുന്നു. 2009 നടന്ന കിൻഡിൽ 2ൻ്റെ ലോഞ്ചിൽ ബെസോസ് പറഞ്ഞത് ലോകത്തിലെ ഏതൊരു ഭാഷയിൽ എപ്പോൾ ഇറങ്ങുന്ന പുസ്തകങ്ങളും 60 സെക്കൻഡിൽ താഴെ സമയത്തിനുള്ളിൽ കിൻഡിൽ എഡിഷൻ ഇറങ്ങണമെന്നാണ് എൻ്റെ ആഗ്രഹം എന്നാണ്. അന്ന് ആമസോണിൻ്റെ സമ്മർദ്ദം കൊണ്ടും സ്വാധീനം കൊണ്ടും ഏതാണ്ട് 1 ലക്ഷത്തോളം പുസ്തകങ്ങൾക്ക് ഈ ബുക്ക് വെർഷനുകൾ ഇറങ്ങുന്നുണ്ട്. എന്നാൽ അതിനു പിന്നാലെ നടക്കുന്നത് ആമസോണും പെൻഗ്വിൻ, ഹാർപ്പർ, റാൻഡ് ഹൗസ് പോലെയുള്ള മറ്റു പല പബ്ലിഷർമാരും തമ്മിലുള്ള ഒരു ശീതയുദ്ധമാണ്. ആമസോൺ ഈ ബുക്കുകൾക്ക് $9.99 എന്ന കുറഞ്ഞ വില മതി എന്ന് ശടിച്ചെടുത്താണ് അത് തുടങ്ങുന്നത്. കുറഞ്ഞ വിലയ്ക്ക് ആമസോണിന് ഈ ബുക്ക് കൊടുക്കില്ല എന്ന് പബ്ലിഷർമാരും എങ്കിൽ ഹാർഡ് കോപ്പി വെബ്സൈറ്റ് വഴിക്ക് മര്യാദയ്ക്ക് വിറ്റുപോകാൻ തങ്ങൾ അനുവദിക്കില്ല എന്ന് ആമസോണും തീരുമാനിക്കുന്നു. ആ കോൾഡ് വാറിൽ നിരവധി പബ്ലിഷേഴ്സിനും ആമസോണിനും ഒരുപോലെ നഷ്ടമുണ്ടാകുന്നു. ഇതിനിടയ്ക്ക് ആപ്പിൾ ഐപാഡ് എന്നൊരു പ്രൊഡക്റ്റ് പുറത്തിറക്കിയിരുന്നു. ആമസോണിനും വേണം ഒരു ഐപാഡ് എന്ന ജെഫ് ബെസോസിൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണമായിരുന്നു 2011 പുറത്തിറങ്ങിയ ആമസോൺ ഫയർ എന്ന ടാബ്ലറ്റ് കമ്പ്യൂട്ടർ. ഒരു വർഷത്തിനിടയ്ക്ക് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് 70 ലക്ഷത്തോളം പേർ ആ ടാബ്ലറ്റ് വാങ്ങുന്നുണ്ട്. അതോടെ അത് ഐപാഡ് 2ന് ശേഷം ഏറ്റവും അധികം വിറ്റഴിക്കപ്പെട്ട ടാബ്ലറ്റായും മാറുന്നു. പക്ഷേ കാലക്രമത്തിൽ ഈ 2 പ്രൊഡക്റ്റുകൾക്കും വിപണിയിലെ മത്സരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നില്ല. ജെഫ് ബെസോസിൻ്റെ കണക്കുകൂട്ടലുകൾ പാടെ പിഴച്ചുപോയ ഒന്ന് ആമസോണിൻ്റെ ഫയർ എന്ന പേരിൽ പുറത്തിറങ്ങിയ സ്മാർട്ട് ഫോണാണ്. $199 നിരക്കിൽ 2 വർഷത്തെ കോൺട്രാക്റ്റോട് കൂടിയാണ് ഈ ഫോൺ ആമസോൺ വിറ്റിരുന്നത്. 3D ഡിസ്പ്ലേ അടക്കം പല യുണീക്ക് ഫീച്ചറുകൾ ഉണ്ടായിരുന്നിട്ടും ഈ ഒരു ഉൽപ്പന്നം മാർക്കറ്റിൽ ചിലവാകുന്നില്ല. വമ്പിച്ച സാമ്പത്തിക നഷ്ടം തന്നെ അത് കമ്പനിക്ക് സമ്മാനിച്ചു. ബെസോസിൻ്റെ അടുത്ത ഗ്യാമ്പിൾ വരുന്നത് 2013 അക്കൊല്ലം നെറ്റ്ഫ്ലിക്സ് തങ്ങളുടെ ഹൗസ് ഓഫ് കാർഡ്സ് എന്ന ജനപ്രിയ ഒറിജിനൽ കണ്ടന്റിന്റെ പേരിൽ ജനശ്രദ്ധ പിടിച്ചുപറ്റി നിൽക്കുകയാണ്. ആ ഷോയ്ക്ക് നിരവധി അവാർഡുകൾ കിട്ടുന്നു. വിമർശക പ്രീതിയും അതുപോലെ തന്നെ ഈ ഷോ വാരിക്കൂട്ടുന്നു. ഈ ഘട്ടത്തിൽ നെറ്റ്ഫ്ലിക്സിനെ വെല്ലാൻ വേണ്ടി ബെസോസ് ഇറങ്ങി പുറപ്പെടുന്നു. അങ്ങനെ തുടങ്ങിയതാണ് ആമസോൺ സ്റ്റുഡിയോസ് എന്ന സംരംഭം. ആമസോൺ ഇറക്കിയ ലോർഡ് ഓഫ് ദ റിങ്സ്, ദ ബോയ്സ്, ദ റീച്ചർ എന്നീ ഇന്റർനാഷണൽ പ്രൊഡക്ഷനുകൾക്ക് പുറമെ ഫാമിലി മാൻ, മിർസാപൂർ, പഞ്ചായത്ത് തുടങ്ങിയ നിരവധി ഒറിജിനൽ സീരീസുകൾ നമുക്ക് പരിചിതമാണ്. 2013 ബെസോസ് $250 മില്യൺ മുടക്കി വാഷിംഗ്ടൺ പോസ്റ്റ് എന്ന പത്രം വിലകൊടുത്ത് വാങ്ങിയപ്പോൾ പലരും വന്ന് തമാശയായിട്ട് പറഞ്ഞൊരു വർത്തമാനം ഇനിയിപ്പോൾ ബെസോസ് പത്രം ഡ്രോണിൽ വീട്ടിൽ തരുമായിരിക്കും എന്നാണ്. സാങ്കേതിക തടസ്സങ്ങൾ കൊണ്ട് ടേക്ക് ഓഫ് ചെയ്യപ്പെടാതെ പോയ ആമസോൺ പ്രൈം എയർ എന്ന പദ്ധതി ഉന്നം വെച്ചായിരുന്നു അന്നത്തെ ആ പരിഹാസം എന്ന് ഒന്ന് ആലോചിച്ചാൽ മനസ്സിലാകും. ആമസോണിൻ്റെ ബാനറിൽ ബെസോസ് തുടങ്ങി വെച്ച മറ്റൊരു ഫാൻസി പ്രൊജക്റ്റാണ് ബ്ലൂ ഒറിജിൻ എന്ന സ്പേസ് ടൂറിസം ലക്ഷ്യമിട്ടുള്ള സ്ഥാപനം. അതും നിരവധി പ്രൊജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജെഫ് ബെസോസ് എന്ന വ്യവസായി തൻ്റെ ജീവിതത്തിൽ എന്നും നേരിട്ടിട്ടുണ്ടാവാൻ സാധ്യതയുള്ള ഒരു പ്രധാന വിമർശനം ആമസോൺ ഏതെങ്കിലും കാലത്തൊരു പ്രോഫിറ്റബിൾ കമ്പനി ആയിരുന്നോ എന്നുള്ളതാണ്. ആമസോൺ എന്ന കമ്പനി പണമുണ്ടാക്കുന്ന മുറയ്ക്ക് ബെസോസ് എന്ന അതിൻ്റെ ബോസ് ആ അധിക വരുമാനത്തെ കമ്പനിയെ വളർത്താനുള്ള തൻ്റെ പദ്ധതികൾക്കുമേൽ ചെലവഴിക്കുമെന്നാണ് പ്രധാന ആക്ഷേപം. പണ്ടത്തെ കാലമായിരുന്നുവെങ്കിൽ, ഇന്നത്തെ പോലെ തുടർച്ചയായി ഇവാലുവേഷൻസും പുതിയ ഇൻവെസ്റ്റേഴ്സും ഒക്കെ വന്നില്ലായിരുന്നുവെങ്കിൽ ആമസോൺ എന്നേ പാപ്പർ സൂട്ട് അടിച്ചിരുന്നേനെയൊന്നും ചിലർ പറയുന്നു. എന്തൊക്കെ ആരോപണങ്ങൾ വന്നാലും ഒരു കാര്യം ഉറപ്പാണ്, ഉള്ളിൽ അദമ്യമായിട്ടുള്ള ആഗ്രഹം, റിസ്ക് എടുക്കാനുള്ള സന്നദ്ധത, വിപണിയെ ഇളക്കി മറിക്കാനുള്ള നിശ്ചയദാർഢ്യം എന്നിവയോടെ തന്നെ ജനിച്ചു വീണ ഒരാളായിരുന്നു ജെഫ് ബെസോസ്. 1994 ന്യൂയോർക്കിൽ നിന്ന് തൻ്റെ ഷെവർലെ കാറിലിരുന്ന് സിയാറ്റിലേക്ക് പോകുമ്പോൾ ജെഫ് ബെസോസിന് അവിടെ നിന്ന് അങ്ങോട്ടുള്ള തൻ്റെ ജീവിതത്തിൽ എന്തു വേണം എന്ന കാര്യത്തിൽ കൃത്യമായ ധാരണകൾ ഉണ്ടായിരുന്നു. ഇന്ന് 30 വർഷങ്ങൾക്കിപ്പുറവും അത്ര തന്നെ കൃത്യമായ ധാരണകൾ ജെഫിന് ജീവിതത്തിലും ബിസിനസ്സിലുമുണ്ട്. പുസ്തക വിൽപ്പന മുതൽ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് വരെ, ടെലിവിഷൻ ഷോകൾ മുതൽ ഡ്രോണുകൾ വരെ, ഏതു നിമിഷം എന്താണ് ജെഫ് ബെസോസിൽ നിന്നുണ്ടായി വരിക എന്ന കാര്യത്തിൽ ജനമനസ്സുകളിൽ സസ്പെൻസ് കലർന്നൊരു ജിജ്ഞാസ എന്നും ഉണ്ടായിരുന്നു. ജനങ്ങളുടെ കണക്കുകൂട്ടലുകളെ എന്നും തെറ്റെന്ന് സ്ഥാപിച്ചിട്ടുള്ള അദ്ദേഹം എല്ലാ കാലത്തും ഉറക്കം കളഞ്ഞ് അധ്വാനിച്ചിട്ടുള്ളത് ഒരേ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരത്തിനായിരുന്നു. ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സ്റ്റോർ സ്ഥാപിക്കുക,
ബുക്ക് സ്റ്റോറായി തുടങ്ങി നക്ഷത്രങ്ങളിലേക്കുള്ള റോക്കറ്റുകൾ വരെയായി വളർന്ന ആമസോൺ ഇന്നും പുലർത്തുന്നതും അതിൻ്റെ ഫൗണ്ടറുടെ ജെഫ് ബെസോസിൻ്റെ ഇതേ സ്വപ്നം തന്നെയാണ്. ആമസോണിൻ്റെ ഓരോ വെയർഹൗസിലും, ഓരോ ക്ലൗഡ് സെർവറിലും, ഓരോ പ്രൈം പാക്കേജിലും നിശ്ചയദാർഢ്യത്തിൻ്റെ ഒരു കണിക ഇന്നും അവശേഷിക്കുന്നുണ്ട്. ജെഫ് ബെസോസിൻ്റെയും ആമസോണിൻ്റെയും വിജയകഥ നമ്മളെ പഠിപ്പിക്കുന്ന പാഠം ഒന്നു മാത്രമാണ്. തെളിച്ചമുള്ള കാഴ്ചയും അച്ചടക്കവും കൈമുതലാക്കിയാൽ ഏത് ഗ്യാരേജിൽ പിറക്കുന്ന സ്വപ്നത്തിനും ലോകത്തിൻ്റെ ചരിത്രത്തെ തന്നെ മാറ്റി എഴുതാനാകും. മറ്റൊരു വല്ലാത്ത കഥയുമായി ഇനിയും വരാം.